السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله. أشهد يا رسول الله أنك قد بلغت الرسالة وأديت الأمانة ونصحت الأمة، تركتهم على المهجة البيضاء، فجزاك الله ما هو أهلك وأعطاك الله سؤلك، وصلى الله وسلم عليك يا سيدي يا رسول الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. وجزم بمعراج النبي كما رأوا وبارئا لعائشة مما رموا. ആദരണീയരായ സദസ്സിന് സ്വാഗത ഭാഷണം നിർവഹിച്ച അബ്ദുൽ ലത്തീഫ് അധ്യക്ഷ പീഠം അലങ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഹനീഫ് ഉസ്താദ് അവர்கள், വേദിയിലുള്ള മഹലിന്റെ കാരണവർ, സദസ്സിലെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, സഹോദരിമാർ, ഉമ്മമാർ, സ്നേഹനിധികളായ വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മതം ചെറുവിദ്യാർത്ഥികളിലേക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന മഹത്തായ ഒരു മദ്രസയുടെ പുനർനിർമ്മാണ ഉദ്ഘാടന സദസ്സിലെ മതപ്രഭാഷണ വേദികളിലെ 6ാം രാത്രിയിലാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയത്. റജബിന്റെ രാത്രി വളരെ മനോഹരമാണ്. അതിലപ്പുറം ഇന്ന് ഒന്നരായ ഉസ്താദ് പറഞ്ഞ പോലെ ഒരു മുഅ്മിൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്മാനമായി മിഅറാജിൽ ഹബീബിന്റെ അടുത്ത് കൊടുത്തുവിട്ട നിസ്കാരത്തിന്റെ വാർഷികം കൂടെ നടക്കുന്ന ദിവസം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഗിഫ്റ്റ് കൊടുത്തയച്ച രാത്രിയിൽ ചില ദൃഢപ്രതിജ്ഞകളൊക്കെ എടുത്ത് പിരിയുക. ഇന്നലകളിൽ സംഭവിച്ചു പോയ ചില സമയ ചാപല്യങ്ങളാൽ നഷ്ടപ്പെട്ടു പോയ നിസ്കാരങ്ങളെ, ഗഫലത്തിലായി നമ്മളിൽ വന്നുപോയ നിസ്കാര സമയങ്ങളിലെ സലലുകളെ
അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുമാറാവട്ടെ. അഫല്ലാഹു അമ്മാ സലഫ്. നിസ്കാരം മുഅ്മിനിന്റെ മിഅറാജ് എന്ന വിഷയത്തെ ഇഷ്ടപേക്ഷണം ചെയ്ത് ഒരല്പസമയം നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനാണ് ഞാൻ എൻ്റെ ഈ ഒരു വേദിയെ ഉപയോഗപ്പെടുത്തുന്നത്. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സല്ലദീ ബാറക്നാ ഹൗലാ. സുബ്ഹാനഹു, അവനെത്ര പരിശുദ്ധനാണ്, അവനെത്ര പരിശുദ്ധനാണ്. ഒരാളെ ബൂസ്റ്റ് ചെയ്ത് സംസാരിക്കണമെങ്കിൽ അയാൾ വലിയ ഒരു എക്സ്ട്രാ ഓർഡിനറി കാര്യം ചെയ്യണമെന്നതാണ്. അത്യപൂർവമായ, മറ്റാളുകൾക്ക് എത്തിപ്പെടാൻ സാധ്യമല്ലാത്തത്, ചുരുങ്ങിയത് അല്ലെങ്കിൽ പലർക്കും എത്തിപ്പെടാനാവാത്ത എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി അയാളിൽ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് അയാളെ ബൂസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. ഇന്ന് നേരെ തിരിച്ചൊരു സംഭവം നടക്കുന്നുണ്ട്. ചെറിയ വിജയവും വലിയ സമ്മാനം. സുബ്ഹാനല്ലദീ അസ്റാ. സുബ്ഹാന, എത്ര പരിശുദ്ധനാണ് അവൻ. എന്താണ് അതിനവന്റെ പരിശുദ്ധി വാഴ്ത്താൻ മാത്രം നടന്നതിവിടെ. അസ്റാ ബിഅബ്ദി, തന്റെ അടിമയെ അവൻ രാത്രി കൊണ്ടുപോയി എന്നത്. രാത്രി തട്ടിക്കൊണ്ടുപോയി, അങ്ങനെയാണോ? രാത്രിയിൽ കൊണ്ടുപോയി. ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിൽ നിന്ന്, മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് കൊണ്ടുപോയ അല്ലാഹു എത്ര പരിശുദ്ധനാണ് എവിടേക്ക്. ഇലൽ മസ്ജിദിൽ അഖ്സ, ഇന്നത്തെ ജെറുസലേമിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മൂന്നാം കിബിലയിലേക്ക്, മൂന്നാമത്തെ വിശുദ്ധ ഗേഹത്തേക്ക്, രണ്ടാം കിബിലയിലേക്ക് കൊണ്ടുപോയ അല്ലാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക്, മസ്ജിദുൽ ഹറാമിൽ നിന്നൊരു രാത്രി. അതാണ് അല്ലാഹുവിന് പരിശുദ്ധിയെ വാഴ്ത്താൻ കാരണമായത്. സുബ്ഹാൻ. ആ കർമ്മത്തിനാണ് അല്ലാഹു ഇസ്രാ എന്ന് വിളിച്ചത്. അസ്രാ, രാത്രിയിൽ പോകുന്നതിനാണ് അസ്രാ എന്ന് പറയാ. അസ്രാ, അതിൽ നിന്നാണ് ഇസ്രാ, രാപ്രയാണം എന്നതുണ്ടായത്. ഇതിനാണ് ഇസ്രാ എന്ന് പറയാ. 4 തവണകളിലായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിന്റെ മാർവിടം പൊളിച്ചിട്ടുണ്ട്. അവിടെ ശുദ്ധി വരുത്തിയിട്ടുണ്ട്. ഹിക്മത്ത്, ഈമാന്, നൂറൊക്കെ സന്നിവേശിപ്പിച്ച് വീണ്ടും സർജറി നടത്തിയിട്ടുണ്ട്. 4 തവണ. 4ാമത്തെ തവണയാണ് മീകായിൽ അലൈഹിസ്സലാം, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം എന്നവർ റജബ് 27 രാത്രി, റജബ് 27 ക്രിസ്താബ്ദം 621, ക്രിസ്താബ്ദം 621, 52ാമത്തെ വയസ്സിൽ റജബ് 27 തിങ്കളാഴ്ച അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്രാ നടത്താൻ ഡേറ്റ് ഫിക്സ് ചെയ്തു. അൻപത്തിരണ്ടാമത്തെ വയസ്സിൽ ക്രിസ്താബ്ദം 621 അള്ളാഹു കൊണ്ടുപോയത് ഉമ്മുഹാനിയിൽ വീട്ടിൽ നിന്ന് ഒരഭിപ്രായം, ഉമ്മുഹാനിയുടെ വീട്ടിൽ നിന്നൊരഭിപ്രായം, അല്ല മസ്ജിദുൽ ഹറാമിൽ നിന്നൊരഭിപ്രായം. എവിടെന്നായാലും മക്കയിൽ നിന്ന് അല്ലാഹു ബൈത്തുൽ മുഖദ്ദസിലേക്ക് കൊണ്ടുപോയ പ്രക്രിയക്കാണ് രാത്രിയിൽ ബുറാഖ് എന്ന വാഹനത്തിൽ കൊണ്ടുപോയ ആ ഒരു യാത്രക്കാണ് ഇസ്രാ എന്ന് പറയുന്നത്. അതിനെ നിഷേധിച്ചാൽ ആളുകൾ കാഫിറായി പോകും. മെല്ലെ മെല്ലെ എന്റെ ടോപ്പിക്ക് വരികയാണ്. നിസ്കാരം മുഅ്മിനിന്റെ മിഅറാജ്. മീകായിൽ അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നത് ഏറ്റവും ഫാസ്റ്റസ്റ്റ് വെഹിക്കിളാണ്.
ഇത്രയും ഫാസ്റ്റ് ആവാൻ ഒരു വെഹിക്കിളിനും സാധ്യമല്ല. എത്ര വലിയ സ്പീഡിൽ സഞ്ചരിച്ചാലും സാധ്യമല്ലാത്തത്ര കണ്ണെത്തുന്നിടത്തേക്ക് കാലെത്തുക എന്ന പ്രയോഗം പോലെ കണ്ണെവിടെയാണോ എത്തുന്നത് അവിടേക്ക് ബുറാഖ് എന്ന് പറയുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് വാഹനം. അതും എന്താ നടക്കുന്നത്? നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കാണാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. അതിന്റെ സ്പേസ് സെന്റർ ആയിരുന്നു മസ്ജിദുൽ അഖ്സ. സ്പേസ് സെന്റർ അറിയൂലെ കുട്ടികൾക്കൊക്കെ? കൊളംബിയ അതുപോലെ തന്നെ മറ്റൊക്കെ ചൊവ്വയിലേക്കും മറ്റു വിക്ഷേപണങ്ങളൊക്കെ നടത്തുന്നത് സ്പേസ് സെന്റർ എന്നാ പറയാ. അഥവാ മിഅറാജിന്റെ സ്പേസ് സെന്റർ ആയിരുന്നു മസ്ജിദുൽ അഖ്സ. ഇസ്ര എന്നാൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോയത്, മക്കയിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയതിന് ഇസ്ര എന്ന് പറഞ്ഞു. എന്നാൽ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് ആ മിഅറാജ് തുടങ്ങുന്നത്. അഥവാ മിഅറാജ് എന്നാൽ സുമ്മ ഉരിജ ഇലസ് സമാഇസ് സാബിയ, ആകാശത്തേക്ക് അല്ലാഹു അവന്റെ സാമീപ്യത്തിലേക്ക് കൊണ്ടുപോയതിനല്ലോ മിഅറാജ് എന്ന് വിളിക്കുന്നത്. ആ രാവിലല്ലോ നമ്മളുള്ളത്. ഇസ്രാവും മിഅറാജും നടന്ന നാളിലല്ലോ രാവിലല്ലോ നമ്മളുള്ളത്. അഥവാ മിഅറാജിന് അല്ലാഹു അവനിലേക്കുള്ള വിക്ഷേപണത്തിന് തെരഞ്ഞെടുത്ത സ്പേസ് സെന്റർ ആയിരുന്നു മസ്ജിദുൽ അഖ്സ. എന്നാൽ സ്പേസ് ക്രാഫ്റ്റ് ഏതാണ്? പേടകം ഏതാണ്? അതാണ് ബുറാഖ്. ആരാണ് സഞ്ചാരികൾ, വൈമാനികർ ആരൊക്കെയാണ്? സയ്യിദുനാ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹായികളാണ് മീകായിൽ, സഹായികളാണ് ജിബ്രീൽ അലൈഹിസ്സലാം. 3 പേര് സ്പേസ് സെന്ററിൽ നിന്ന് ബുറാഖ് എന്ന സ്പേസ് ക്രാഫ്റ്റിൽ കയറി പോകുന്നു അങ്ങ് ആകാശത്തേക്ക്. അതിനാണ് മിഅറാജ് എന്ന് പറയുന്നത്. അഞ്ചോളം വ്യത്യസ്ത രൂപങ്ങളിലല്ലേ മിഅറാജ് നടന്നത്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹബീബ് പോയത് വേറൊരു രീതിയിലാണ്. അതൽ ബുറാഖിൽ ബൈത്തുൽ മുഖദ്ദസ്, ബൈത്തുൽ മുഖദ്ദസ് വരെ ബുറാഖ് എന്ന വാഹനം. പിന്നെ മിഅറാജ് നടന്നു 1-ാം ആകാശം വരെ ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന്. അതും ഈ ബുറാഖിലായിരുന്നു. 1-ാം ആകാശത്ത് വെച്ച് സ്പേസ് ക്രാഫ്റ്റിനെ മാറ്റി നിർത്തി. പിന്നെ സ്പേസ് ക്രാഫ്റ്റ് ആയ ബുറാഖ് പിന്നെ വേണ്ടി വന്നില്ല. അജ്നിഹത്തുൽ മലായിക്, മാലാഖമാരുടെ 2 മാലാഖമാരുടെ ചിറകിൽ കൈവച്ചിട്ടാണ് ഹബീബ് 1-ാം ആകാശത്ത് നിന്ന് മുകളിലേക്ക് പോയത്. 4ാമത്തെ ഘട്ടം 7-ാം ആകാശത്തെത്തിയപ്പോൾ പിന്നെ മീകായിൽ ഒഴിവായി, മറ്റു മാലാഖമാർ ഒഴിവായി. പിന്നെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവരാണ് ചുമന്ന് ഇലാ സിദ്റത്തുൽ മുൻതഹ, സിദ്റത്തുൽ മുൻതഹ വരെ കൊണ്ടുപോയത്. സിദ്റത്തുൽ മുൻതഹയിലെത്തിയപ്പോൾ ജിബ്രീൽ പറഞ്ഞു, ഇവിടെ നിന്ന് അങ്ങോട്ട് പോവാൻ എനിക്ക് പറ്റില്ല, ഇതെന്റെ ബോർഡറാണ്. സിദ്റത്തുൽ മുൻതഹയുടെ അപ്പുറത്തേക്ക് എനിക്ക് പോകാൻ സാധ്യമല്ല. പിന്നെ റഫ്റഫ, അവിടെ നിന്ന് മെല്ലെ മെല്ലെ അരിച്ചരിച്ച് കയറിപ്പോയിട്ടുണ്ട്. എവിടെ? ഖീല ഖാബ ഖൗസൈൻ, റബ്ബിന്റെ സവിധത്തിലേക്ക്, അള്ളാഹുവിന്റെ അടുത്തേക്ക്. 5 ഘട്ടങ്ങളിലാണ് അള്ളാഹുവിന്റെ ഹബീബ് അവിടത്തേക്ക്, ഹബീബ് അള്ളാഹുവിന്റെ അടുത്തേക്ക് എത്തിയത്. ഇന്നത്തെ രാത്രിയിൽ ക്രിസ്താബ്ദം 621 നടന്നത്. ഒരാള് ഉംറക്ക് പോകുമ്പോ, ഒരാള് ഹജ്ജിന് പോകുമ്പോ പലരെയും കാണാറുണ്ട്. പല മഖാമുകളിൽ ചെന്ന് സിയാറത്ത് ചെയ്യാറുണ്ട്. പോയി വരുന്നതിനിടയിലുള്ള സമാധാനത്തിന്, ശരീര സൗഖ്യത്തിന് എല്ലാം പോയി ദുആ ചെയ്യാറുള്ള പോലെ അള്ളാന്റെ ഹബീബിനെ കൊണ്ടുപോയപ്പോ ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടുന്ന് മാലാഖമാർ 3 ഇടങ്ങളിൽ കൊണ്ടുപോയിട്ടുണ്ട് അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം. 1 ഇല ത്വയ്ബ, മക്കയിൽ നിന്ന് പുറപ്പെട്ട് ആദ്യം ചെന്നത് ത്വയ്ബയിലേക്കാണ്, അഥവാ അൽ മദീന, മദീനയിലേക്ക്. എന്തിനാ മദീനയിൽ കൊണ്ടുപോയത്? എന്തിനാണ് അവിടെ ഇറക്കാൻ കാരണമായതെന്നറിയോ? നാളെ മദീനയിലേക്ക് ഒരു ഹിജ്റ നടക്കാനുണ്ട്. ആദ്യം ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി മദീനയെ. പിന്നെ പോയത് ഇലാ തൂരിസീന, തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ. കാരണം ലോകത്തെ മൂന്നാമത്തെ ഫളുള്ള ആളല്ലയോ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. ആ മൂസാ നബിക്ക് തൗറാത്ത് കിട്ടിയ തൂരിസീന പർവ്വതത്തിന്റെ മുകളിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. സ്പേസ് ക്രാഫ്റ്റ് ആയ ബുറാഖ് എന്ന വാഹനം അവിടെ ഇറക്കിയിട്ടുണ്ട്. അവിടെ ഇറക്കിയിട്ടുണ്ട് ഹബീബിനെ. സുമ്മ അൻസല ബി ബത്ലഹേം, ബത്ലഹേമിൽ ഇറക്കിയിട്ടുണ്ട്. 3ാമത്
ഹൈസു ഉലിദ ഈസാ, ഈസാ നബി അവിടെയല്ലോ ജനിച്ചിട്ടുള്ളത്, സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. അപ്പൊ 3 സ്ഥലത്ത് സിയാറത്ത് ചെയ്തിട്ടാണ് ബൈത്തുൽ മുഖദ്ദസിൽ എത്തുന്നത്. പിന്നെയാണ് ബുറാഖ് എന്ന വാഹനം 1-ാം ആകാശത്തേക്ക് പോയത്. പിന്നെ 1-ാം ആകാശത്തിൽ നിന്ന് മാലാഖമാരുടെ ചിറകിൽ അവിടെ 7-ാം ആകാശത്തെത്തിയത്. 7-ാം ആകാശത്തിൽ നിന്ന് ജിബ്രീലിന്റെ സഹായത്തോടെ മാത്രം സിദ്റത്തുൽ മുന്തഹയിലെത്തിയത്. പിന്നെ ഒറ്റക്ക് അള്ളാന്റെ അടുത്തെത്തിയത്. ഓരോ ആകാശത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല പലരെയും കൊണ്ട് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പലരെയും കൊണ്ട് ആദ്യം 1-ാം ആകാശത്ത് സ്വീകരിച്ചത് നബിയെ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമായിരുന്നു. അതിന്റെ പിന്നിലും കുറെ രഹസ്യങ്ങളുണ്ട്. ചിലതൊക്കെ പറയാം, സമയമുണ്ടാവോന്നറിയില്ല, ചിലതൊക്കെ പറയാം. ആദം നബിയെ കൊണ്ട് 1-ാം ആകാശത്ത് അല്ലാഹു സ്വീകരണം ഏർപ്പെടുത്തിയതിന്റെ കാരണം ആദം നബി സ്വദേശമായിരുന്ന സ്വർഗത്തിൽ നിന്ന് പുറത്തേക്ക് പോന്നു. അതുപോലെ നമ്മളും നാളെ നബിയും നാളെ സ്വദേശമായ മക്കയിൽ നിന്ന് ഹിജ്റ പോവേണ്ടി വരുമെന്നൊരു പാഠം നൽകാൻ വേണ്ടിയിട്ട് അതേ സ്വർഗത്തിലേക്ക് റബ്ബനാ ലലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹു പുറത്തു കൊടുത്തു. വീണ്ടും സ്വർഗത്തിലേക്ക്, മദീനയിൽ നിന്ന് വീണ്ടും നബിയെ ഫതഹ് മക്കയിലൂടെ വീണ്ടും നിങ്ങൾ വീണ്ടും മസ്ജിദുൽ ഹറാമിലേക്ക്, മക്കയിലേക്ക്. 2 സൂചനയുണ്ട്. ആ 2 ഹിജ്റയും ഹബീബിൽ നടക്കാനുണ്ട്. അത് കാണിക്കാനാണ്. പിന്നെ 2-ാം ആകാശത്ത് സ്വീകരിച്ചത് ഇബ്ന ഹാല ഈസാ വയഹ്യ. 3-ാം ആകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം. 4-ാം ആകാശത്ത് ഹാറൂൻ. 5-ാം ആകാശത്ത് ഇദ്രീസ്. 6-ാം ആകാശത്ത് മൂസ അലൈഹിസ്സലാം. 7-ാം ആകാശത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇങ്ങനെ 7 ആകാശത്തും അല്ലാഹു ഒരുപാട് പ്രത്യേകമായിട്ട് ചില അമ്പിയാക്കളെ കൊണ്ട്, മുർസലീങ്ങളെ കൊണ്ട് ഹബീബിന് സ്വീകരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും ഓരോ ആകാശത്ത് സ്വീകരണത്തിന് വിളിക്കാനും കാരണങ്ങളുണ്ട്. ഒന്ന് നമ്മൾ പറഞ്ഞല്ലോ, വേറെയുമുണ്ട് പലരിലും. വിശദീകരിക്കുന്നില്ല. ഇത് മിഅ്റാജിന്റെ ഒപ്പം നടന്നതാണ്. അങ്ങനെ പിന്നെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് കയറിപ്പോയത്, അവിടുന്ന് ബാബ് ഖൗസൈനിലേക്ക് കയറിപ്പോയത്, അവിടുന്ന് അല്ലാഹുമായിട്ട് മുനാജാത്ത് നടത്തി വളരെ സന്തോഷത്തോടെ തിരിച്ചിറങ്ങി വന്നു. സമ്മാനമായി കിട്ടിയതാണ് മുഅ്മിനെ അസ്സലാത്ത്. മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅ്റാജാണ് നിസ്കാരം എന്ന് പറയുന്നത്. 50 വക്ത് കൊടുത്തു വിട്ടു അല്ലാഹു. 50 വക്ത്. ഒന്നാലോചിച്ചു. 5 വക്ത് നിസ്കരിക്കാൻ ഇപ്പോൾ നമ്മളെ പാട്. 5 വക്ത് നിസ്കരിക്കാനുള്ള പാട് 50 വക്തായിരുന്നു കിട്ടിയത്. നമ്മളേറെ പറയേണ്ട പേരാണ് സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാം. 6-ാം ആകാശത്തുണ്ടായിരുന്ന മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി തിരിച്ചിറങ്ങി 6-ാം ആകാശത്തെത്തിയപ്പോ മൂസാ നബി ചോദിച്ചിട്ടുണ്ട് നബിയോട്, നബിയേ എന്താണ് അല്ലാഹു നിങ്ങൾക്ക് സമ്മാനമായി തന്നത്? സംസാരിച്ചു പോന്നപ്പോ മൂസാ നബിയോട് ഹബീബ് പറഞ്ഞു, എനിക്ക് നിസ്കാരം കിട്ടിയിട്ടുണ്ട് എന്റെ സമുദായത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതും 50 വക്ത്. 50 വക്ത് റക്അത്തല്ല, 50 വക്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇതങ്ങ് പറഞ്ഞപ്പോ മൂസാ നബി പറഞ്ഞു, തിരിച്ചു പോകണം നബിയെ. സാധ്യമല്ല, നിങ്ങളുടെ സമുദായത്തിന് സാധ്യമാകില്ലല്ലോ. എന്റെ സമുദായത്തിന്റെ അവസ്ഥയും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലോ. അതുകൊണ്ട് നിങ്ങൾ 50 ഏറ്റെടുത്താൽ മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ ദുൽമ ചിലപ്പോ ഇതിനൊഴിവാക്കുക എന്നതായിരിക്കും. തിരിച്ചു പോകാൻ പറഞ്ഞു. ഒരു തവണ പോയി 5 വക്ത് റെഡ്യൂസ് ചെയ്തു, 45ആയി. തിരിച്ചു ഭൂമിയിലേക്കുള്ള ഇറക്കത്തിൽ 6-ാം ആകാശത്ത് വീണ്ടും പിടിച്ചു മൂസാ നബി. തിരിച്ചുപോയി 5 കൂടെ റെഡ്യൂസ് ചെയ്തു കൊടുത്തു. 9 തവണ തിരിച്ചു പോയിട്ടുണ്ട് ഹബീബ് അള്ളാഹുവിന്റെ അടുക്കലേക്ക്. 9 തവണ 5 വീതം റെഡ്യൂസ് ചെയ്ത അവസാനം 5 വക്തിലെത്തി. തിരിച്ചു പോന്നപ്പോ മൂസാ നബി ചോദിച്ചു, നബിയെ എത്രയായി കിട്ടി? 5 ആയിട്ടുണ്ട്. സാധ്യമല്ല, തിരിച്ചു പോകണം നിങ്ങൾ ഒന്നുകൂടെ ആ അള്ളാഹുവിന്റെ സവിധത്തിലേക്ക്. അപ്പോൾ നബി പറഞ്ഞു,
ഖശീതു മിർ റബ്ബി, ഇനി ഞാൻ എന്റെ റബ്ബിലേക്ക് പോകുന്നത് എനിക്ക് വലിയ ലജ്ജ തോന്നുന്നുണ്ട്. ഇനി എങ്ങനെയാ ഞാൻ പോവാ? 9 തവണ ഞാൻ പോയത്. അങ്ങനെയാണ് മിറാജ്. അങ്ങനെയാണ് റജബ് 27 സുബഹിയായപ്പോഴേക്ക് അള്ളാന്റെ ഹബീബിനെയും കൊണ്ട് തിരിച്ചിറങ്ങിയത്. 50 വക്ത് നിസ്കാരത്തിന്റെ അടുത്ത് 5 വക്തിന്റെ ഗിഫ്റ്റുമായി. എന്നിട്ട് പറഞ്ഞു നബിയെ, 50 വക്ത് എന്നത് 5 വക്തിലേക്ക് നാം ചുരുക്കിയിട്ടുണ്ടെങ്കിലും ഓരോ വക്തിനും 10ന്റെ സമാനമായ കൂലിയുണ്ട്. ഫലത്തിൽ 10 നമ്മൾ ചെയ്യേണ്ട കർമ്മം 5. അതിന്റെ ഫലം 50-താണ്. നിർവഹിക്കുന്നത് 5 വക്തും. അസ്സലാത്ത് മിഅറാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅറാജ് അത് നിസ്കാരമാണ്. എന്താ മിഅറാജിൽ നടന്നത്? മിഅറാജിൽ അല്ലാഹുമായിട്ട് നേരിട്ട് സംവദിക്കുകയാണ് ഉണ്ടായത്. അല്ലാഹുവിനോട് നേരിട്ട് കാര്യങ്ങളെ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും റബ്ബിനോട് നേരിട്ട് പറയാൻ, ഇതല്ലാതെ വേറെ ഏത് മിഅറാജാണുള്ളത്? എന്തും നേരിട്ട് പറയാൻ, റബ്ബിന്റെ മുമ്പിൽ ചെന്ന് പറയാൻ വേറെ എന്താണ്? ഒരു മാർഗമാണ് ഇതിനേക്കാളും വലുത് നമ്മുടെ മുമ്പിലുള്ളത്. അതാണ് മിഅറാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅറാജല്ലോ നിസ്കാരം. എന്തിനും പരിഹാരം നിസ്കാരമാണ്. എന്തിനും പരിഹാരം നിസ്കാരമാണ്. നിസ്കാരമല്ലാതെ, നിസ്കാരം ഒഴിവാക്കിയിട്ട് വിജയമേ സാധ്യമല്ല എന്ന് അള്ളാഹു നമ്മോട് ഇഷ്ടമാണ്. അള്ളാഹുവിന് നമ്മോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ് 5 തവണ അവനോട് സംസാരിക്കാൻ വേണ്ട അവസരങ്ങൾ അള്ളാഹു നമുക്ക് വെച്ച് തന്നത്. 5 സമയം അള്ളാഹു തആല തന്നത് അവനോട് സംസാരിക്കാൻ. അത്രയും ഇഷ്ടമായതുകൊണ്ട് സമയബന്ധിതമായി നമ്മൾ ഏൽപ്പിച്ചതാണ്. ഹയ്യ അലസ്സലാ ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരണേ, നിസ്കാരത്തിലേക്ക് വരണേ എന്ന് എന്തിനാണ് അല്ലാഹു നമ്മളെ വിളിച്ചു വരുത്തുന്നത്? എന്തിനു വിളിക്കുന്ന അല്ലാഹു? സത്യം തിന്മ ഒക്കെ കാണിച്ചു തന്നു. അത് സെലക്ട് ചെയ്യാൻ നല്ല ബുദ്ധിയും അല്ലാഹു തന്നു. പിന്നെ വിളിക്കാൻ ഒരു ദിവസം 5 തവണ നമ്മെ പള്ളിയിലേക്ക്. എത്ര ഇഷ്ടമാണത്! ഇഷ്ടമില്ലാത്ത ഒരാൾ അങ്ങനെ വിളിക്കേണ്ടതില്ല. ഇഷ്ടമില്ലാത്ത ഒരാൾ അങ്ങനെ വിളിക്കേണ്ടതേ ഇല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്ക്, എന്റെ പ്രിയപ്പെട്ടവർ ഓർമ്മിക്കണേ, നിസ്കാരം വലിയ പ്രാധാന്യമുള്ളത്. സ്നേഹനിധിയായ അല്ലാഹു ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഒരു ഹർത്താലിലും മുടങ്ങാതെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് വരണേ. ഹയ്യ അലസ്സലാ. ഒന്നാലോചിക്ക്, സുബഹിന്റെ നേരത്ത് ആ വിളിക്കുന്നതിന്റെ മാനം ഒന്ന് ഉള്ളറിഞ്ഞ് മനസ്സിലാക്കിയാൽ ആർക്കാ പിന്നെ കിടന്നുറങ്ങാൻ തോന്നാ? എന്നെ സ്നേഹത്തോടെ പടച്ചവൻ വിളിക്കുകയാണെന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കാമുകൻ വിളിക്കുമ്പോ ഏത് ഉറക്കച്ചുവടുകളും മാറ്റിവെച്ച് എത്ര ഉഷാറിലാ കോള് നമ്മൾ എടുക്കുന്നത്. അള്ളാഹു നമ്മളെ വിളിക്കാണ്, ഒന്ന് വരുമോ സംസാരിക്കാം പള്ളിയിലേക്ക്, ഒന്ന് വരുമോ വുളുവെടുത്ത് ചടുലതയോടെ ഒന്ന് സുജൂദിലെത്തുമോ മോളെ എന്ന് അള്ളാഹുവാണ് എന്നെ വിളിക്കുന്നത് എന്ന ബോധമുണ്ടായാൽ പിന്നെ നമുക്ക് കിടക്കാൻ പറ്റുമോ? എങ്ങനെയാ കിടക്കാൻ തോന്നുക? മറ്റൊന്നുകൂടെ ആലോചിക്ക്, നിസ്കാരത്തിലേക്ക് അല്ലാഹു വിളിക്കുന്നത് സഹോദരന്മാര് ശ്രദ്ധിക്കണേ, അവന്റെ പള്ളിയിലേക്കാണ്. എത്ര സ്നേഹിതന്മാർ, എത്ര ഇന്റിമേറ്റ്, എത്ര ക്ലോസ് ഫ്രണ്ടുമാർ നമുക്കുണ്ട്, എത്ര ഇഷ്ടം പോലല്ലേ. എത്ര ആളുകൾ ഈ പുരുഷായുസിനിടക്ക് തന്റെ കൂട്ടുകാരനെ നമ്മുടെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. മേജർ ഫംഗ്ഷൻ, ഹൗസ് വാമിങ്ങോ മാരേജോ വരുമ്പോ വിളിച്ചു എന്നല്ലാതെ, പെരുന്നാളിന്റെ പകലിൽ വിളിച്ചു എന്നല്ലാതെ എപ്പോഴാ നമ്മൾ അവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് വിളിക്കാറേയില്ല. ചുരുക്കം വിരലിലെണ്ണാവുന്ന ദിവസം വിളിച്ചിട്ടുണ്ടാവും.
എങ്കിൽ സ്നേഹനിധിയായ അല്ലാഹു ഒരു ദിവസം 5 തവണയാണ് മുടക്കാതെ മുഅദ്ദിനെ കൊണ്ട് വിളിപ്പിക്കുന്നത്. ഒരു ഹർത്താലിലും മുടങ്ങാതെ വരണേ എന്റെ പള്ളിയിലേക്ക്. എത്ര മീനിങ് ആണ് ഒരു ബാങ്കിനുള്ളത്. സ്നേഹം കൊണ്ട് സംസാരിക്കാൻ വിളിക്കുക, സ്നേഹം കൊണ്ട് അവന്റെ വീട്ടിലേക്ക് വിളിക്കുക. അസ്സലാത്തു മിറാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിറാജാണ് നിസ്കാരം എന്ന് പറയുന്നത്. അല്ലാഹുവിനോട് നേരിട്ട് പറയാൻ എല്ലാ അമലുകളും അല്ലാഹു സുബ്ഹാനഹു വ തആല വഹി കൊണ്ട് അറിയിച്ചു. നമ്മൾ ചെയ്യാൻ തുടങ്ങി. നബി പറഞ്ഞ പോലെ എല്ലാം അങ്ങനെയാണ്. വഹി ഇങ്ങോട്ട് വന്നതാണ്. നിസ്കാരം വഹീന്റെ ഉത്ഭവസ്ഥാനത്ത് പോയിട്ട് വാങ്ങിയതാണ്. എല്ലാം വഹി മുഖേന നമുക്ക് അല്ലാഹുവിന്റെ ഹബീബ് കൊണ്ടുവന്ന് തന്നത്. എന്നാൽ നിസ്കാരമാണെങ്കിലോ വഹിന്റെ ഒറിജിൻ എവിടെന്നാണോ വഹി വരുന്നത് അവിടെ ചെന്ന് നേരിട്ട് വാങ്ങിയത്. തങ്ങളെ കഴിയും നമ്മളൊരു ഷീൽഡ് വാങ്ങി, അല്ലെങ്കിൽ ഒരു മെമ്പർഷിപ്പ് വാങ്ങി. അത് കളഞ്ഞു പോകുമ്പോ ബേജാറ് വേറെയാണ്. നാട്ടിലേതോ ഒരു പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ കാർഡ് വാങ്ങുന്നതോ തങ്ങളെ കൈ നേരിട്ട് വാങ്ങുന്നതോ ഏതാ സൂക്ഷിക്കേണ്ടത്? വഹി ഇറങ്ങി വന്നു. നോമ്പ് നോൽക്കാൻ കൽപ്പനയുണ്ടായി, സക്കാത്തിന് ഓർഡർ വന്നു, എല്ലാം ഉണ്ടായി, എല്ലാം വഹി മുഖേന. എന്നാൽ വഹീന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരുത്തിച്ച് തന്നതാണ് അസ്സലാത്ത്. അത് നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാർ, അത് നഷ്ടപ്പെടുത്തുന്ന ചെറുപ്പക്കാരികൾ സ്നേഹത്തോടെ പറഞ്ഞോട്ടെ. എത്ര വലിയ ഗൗരവവും എത്ര ഭീമമായ തെറ്റുമാ നമ്മളൊക്കെ ചെയ്യുന്നത്. അവിടെ വരുത്തിയിട്ട് തന്നതാണ്. للذين أحسنوا الحسنى وزيادة. മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നിസ്കരിച്ചു ഒരു ജുമാ. പള്ളിയിൽ വെച്ച് തല ഉയർത്തിയപ്പോൾ താഴെ നനഞ്ഞിട്ടുണ്ട്. കഅന്നഹു സുബ്ബ ഫിൽ മാ മിൻ കസറതി ദുമൂഇ. കരഞ്ഞിട്ട് പടച്ചവനോട് മിറാജ് ചെയ്തപ്പോഴുണ്ടായ വിഷമങ്ങളൊക്കെ തീർത്തു പറഞ്ഞപ്പോ കരഞ്ഞ് അവിടുത്തെ മണൽ പോലും അവിടുത്തെ ഫ്ലോർ പോലും നനഞ്ഞു പോയി. അത്രയും ഉപയോഗപ്പെടുത്തിയിരുന്നു മുസ്ലിം ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു. കസീർ അൽ ഹിംസി റളിയല്ലാഹു തആല അൻഹു ഹിംസ് എന്ന നാട്ടിൽ അവിടുത്തെ പള്ളിയിൽ 60 കൊല്ലക്കാലം ഇമാമ നിന്ന ആളാണ്. അവിടുത്തെ പുൽക്കടിക്ക് പോലും പരിചയമുള്ള ആളാണ് കസീർ എന്നവർ. ഹിംസ് എന്ന നാട്ടിലെ ജോലിക്കാരൻ, പള്ളിയിലെ ഇമാം. അങ്ങനെ അദ്ദേഹം ഹിംസി എന്നറിയപ്പെട്ടു, കസീറുൽ ഹിംസ്. മഹാനവറുകൾ പറയുന്നുണ്ട്, മഹാനവറുകളോട് 6 തലമുറകൾക്ക് ശേഷം ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചിട്ടുണ്ട്, ഉസ്താദ് അവറുകളെ, ഒരു വല്ലിപ്പയും ഞങ്ങളോട് പറഞ്ഞത് കേട്ടിട്ടില്ല. ഒരു നാട്ടിലെ ഒരു മഹല്ലിലെ ഒരാളും കസീർ എന്നവർ നിസ്കാരത്തിൽ പിഴവ് പറ്റി, നിസ്കാരത്തിൽ ഒരു റക്അത്ത് മാറിപ്പോയി, കൂടിപ്പോയി, കുറഞ്ഞുപോയി, ഒരു ഏരിയ വിട്ടുപോയി എന്നൊന്നും പറയുന്നത് കേട്ടിട്ടില്ല. കസീർ തങ്ങളെ, നിങ്ങൾക്ക് പിഴക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ പിഴച്ചിട്ടും നിങ്ങൾ സഹവിന്റെ സുജൂദ് ചെയ്യാത്തത് കൊണ്ടോ? ഇതാ ചോദ്യം. കസീറുൽ ഹിംസി എന്നവർ പറഞ്ഞു, ഞാൻ എങ്ങനെ പിഴക്കാനാണ്? മാ ദഖൽതു മിൻ ബാബിൽ മസ്ജിദ്. ഞാൻ പള്ളിയുടെ വാതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഞാൻ വഴിപിഴക്കില്ല. വഫീ നഫ്സി ഗൈറല്ലാഹ്. പിന്നെ അല്ലാഹു ആണ് എന്റെ മനസ്സിൽ നിറയെ ഉള്ളത്. അല്ലാഹു എന്റെ മനസ്സിൽ കിടക്കുന്ന സമയത്ത് പിന്നെ ഞാൻ എങ്ങനെയാണ് എന്റെ സ്നേഹിതനായ, എന്റെ കാമുകനായ, എന്റെ ഹബീബായ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഞാൻ എങ്ങനെയാ പിന്നെ മറ്റു വിഷയങ്ങളിലേക്ക് കടന്നു പോകുന്നത്? അല്ലാഹ് നമ്മുടെ മനസ്സിൽ കയറിയില്ല എന്നതാണ് നിസ്കാരങ്ങളിൽ മറ്റു പല ചിന്തകളിലേക്ക് നമ്മൾ എത്താൻ കാരണമാകുന്നത്. നിസ്കാരത്തിൽ നമ്മൾ ടാലിയും നമ്മൾ വീടിന്റെ അവസ്ഥകളും ഗൾഫിലുള്ള ഭർത്താവിനെയും നാട്ടിലുള്ള നാളത്തെ പ്രൊജക്ടുകളും ഒക്കെ ചെയ്തു തീർക്കുന്നത് അള്ളാന്റെ മുമ്പിലാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സില്ലാത്തതുകൊണ്ടാണ്.
അള്ളാഹു സ്നേഹമാണെന്ന ബോധത്തിലേക്ക് നമ്മുടെ ഈമാൻ എത്താത്തത് കൊണ്ടാണ്, അവിടത്തേക്ക് എത്താത്തത് കൊണ്ടാണ്. അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൻ അലി ഇബ്നു ഹുസൈൻ എന്നവർ പറയട്ടെ, ഇദാ തവല്ല അഖദസുഹു റഅദ വതുസീബുഹു വറഖ്. മഹാനവറുകൾക്ക് വുളു എടുത്താൽ അപ്പോൾ വറക്കാൻ തുടങ്ങും, അപ്പോൾ വറക്കാൻ തുടങ്ങും, വിയർക്കാൻ തുടങ്ങും. വുളു എടുത്താൽ വറക്കാൻ തുടങ്ങും, വുളു എടുത്തു കഴിഞ്ഞാൽ വറക്കും, പിന്നെ വിയർക്കും. ആളുകൾ ചോദിച്ചു, എന്താണ് അങ്ങനെ? വുളു എടുത്താൽ നിങ്ങൾക്ക് വിറക്കാൻ തുടങ്ങുന്നത്, നിങ്ങൾക്ക് വിയർപ്പ് വരുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ അലി ഇബ്നു ഹുസൈൻ എന്നവർ പറയുന്നത്, അതദറൂന ബൈന യദൈ, ഞാൻ ആരെ മുമ്പിലാ നിൽക്കുന്നത്, ഞാൻ ആരെടുത്തേക്കാണ് മിറാജിന് പോണത്, നിസ്കാരം എന്ന മിറാജ് ആരെ മുമ്പിലാ ഞാൻ സമർപ്പിക്കുന്നത്, പിന്നെ എങ്ങനെയാ ഞാൻ വിറക്കാതിരിക്കുക? മേലാപ്പ് പോലത്തെ ആകാശത്തെ സംവിധാനിച്ച, അതിൽ പരകോടി വൃക്ഷങ്ങളെ സൃഷ്ടിച്ചു വെച്ച, ആകാശത്തിലെ പരകോടി ഗഗനചാരികളെ ഫിറ്റ് ചെയ്ത, കളകൂജങ്ങളോടുകൂടെ പാറി നടക്കുന്ന പക്ഷികളെ സംവിധാനിച്ച, കളകളാരവത്തോടെ ഒഴുകിപ്പോകുന്ന 46ഓളം പുഴകളെ മലബാറിൽ മാത്രം സംവിധാനിച്ച കേരളത്തിന്റെ ഏറ്റവും വലിയ ജലസ്രോതസ്സുകൾ. മുഅ്മിനേ, ആ അല്ലാഹുവിന്റെ മുമ്പിലാ ഞാൻ നിൽക്കുന്നത് എന്ന ബോധം എന്റെ മനസ്സിലേക്ക് വുളു എടുത്താൽ പിന്നെ വരവായി. അപ്പോൾ ഞാൻ വിറക്കും, പിന്നെ ഞാൻ വിയർക്കും. ഞാൻ പോകുന്ന നിൽക്കുന്ന അല്ലാഹുവിനെ ഓർത്തിട്ടാണ് എന്റെ ബേജാറ് എന്ന് പറഞ്ഞ അലി ഇബ്നു ഹുസൈൻ സൈനുൽ ആബിദീൻ. നമ്മൾക്ക് വിയർക്ക് വരുന്നുണ്ടോ? നമ്മൾക്ക് പേടി വരുന്നുണ്ടോ റബ്ബിന്റെ മുമ്പിൽ നിൽക്കുമ്പോ? ഓരോരുത്തരും ആലോചിക്കണേ. ഇന്നത്തെ രാത്രി പുതിയൊരു തീരുമാനത്തിന് പിന്നാലെ പോവേണ്ടവർ, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിസ്കരിക്കാൻ നിന്നാൽ ഇദാ സ്വല്ലാ ബിന്നാസ്, ജനങ്ങളോടൊന്നിച്ച് നിസ്കരിക്കാൻ നിന്നാൽ അവരുടെ ഖുർആൻ പാരായണത്തിന്റെ ശബ്ദം കേൾക്കുമായിരുന്നില്ല, കേൾക്കുകയില്ല. പേടിച്ച് മെല്ലെ മെല്ലെ രക്തത്ത് കൊണ്ട് വളരെ മെല്ലെയായിരുന്നു മഹാനവറുകൾ ഓടിയത്. കരച്ചിലിന്റെ തേങ്ങല് കൊണ്ട് ഖിറാഅത്ത് പലപ്പോഴും കേൾക്കാറില്ലായിരുന്നു. സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റേത് ആരെ മുമ്പിലാ നിൽക്കുന്നത് എന്നുള്ള ബേജാറ്. അതുകൊണ്ട് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ഐ ഹാവ് ടു പ്ലേ എന്നല്ല, എനിക്ക് നിസ്കരിക്കണം എന്നല്ല. ഐ ഹാവ് ടു പ്രേ ഒരു പ്രയോഗമാണ് അറബിയിൽ, ഇംഗ്ലീഷിൽ. എനിക്ക് നിസ്കരിക്കണല്ലോ, പഠിച്ചോൻ അള്ളാഹു 5 വക്ത് തന്നു മിറാജിൽ, എനിക്കിപ്പോ നിസ്കരിക്കണല്ലോ. അങ്ങനെയല്ല പറയേണ്ടത്, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഐ നീഡ് ടു പ്രേ, നിസ്കരിക്കുക എന്നത് എന്റെ ആവശ്യമാണ്. അങ്ങനെ മനസ്സിൽ വരട്ടെ. നിസ്കാരം എന്റെ ആവശ്യമായി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല. നിസ്കരിക്കല് ഓട്ടോമാറ്റിക്കായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. ഇപ്പൊ നമ്മുടെ മനസ്സിലുള്ളത് ഐ ഹാവ് ടു പ്രേ ആണ്, നിസ്കരിക്കണല്ലോ. അതെവിടുന്ന് വരുന്നതാണ്? ആരോ അടിച്ചേൽപ്പിച്ച പോലെ. അതല്ല, ഐ നീഡ്, എന്റെ ആവശ്യമാണ് നിസ്കരിക്കുക, നിസ്കാരത്തെ നിലനിർത്തുക എന്നത്. എല്ലാം ലഭ്യമായത് നിസ്കാരം കൊണ്ടാണല്ലോ. ബദർ യുദ്ധം വരാനിരിക്കുന്ന പരിശുദ്ധ റമളാനിന്റെ 17 ഏവരാലും അറിയപ്പെട്ട ആ ഒരു ദിനം ബദർ ദിനം. ബദർ വിജയിച്ചതെങ്ങനെയാണ്? ബദറിൽ വിജയശ്രീലാളിതരായി സഹാബത്ത് മടങ്ങിയതെങ്ങനെയാണ് അറിയോ നിങ്ങൾക്ക്? നിസ്കാരം കൊണ്ടല്ലേ ബദർ വിജയിച്ചത്. നിങ്ങൾ നേരത്തെ പഠിച്ചതൊക്കെ ശരി തന്നെ, എല്ലാം അംഗീകരിച്ചുകൊണ്ട് പറയട്ടെ, നിസ്കാരം കൊണ്ടാണ് ബദർ വിജയിച്ചത്. 313 ആള് മാലാക ഇറങ്ങി ഒക്കെ വാഫി അംഗീകരിച്ചു. എന്നാലും പറയട്ടെ, നിസ്കാരം കൊണ്ടാണ് അള്ളാഹു ബദറിനെ വിജയിപ്പിച്ചിട്ടുള്ളത്. ആളുകൾ കുറഞ്ഞപ്പോ, ബേജാറ് വന്നപ്പോ, ആദ്യം നടന്ന യുദ്ധമായപ്പോ, അപ്രതീക്ഷിതമായ യുദ്ധത്തിനിറങ്ങേണ്ടി വന്നപ്പോ, അള്ളാന്റെ ഹബീബ് യുദ്ധം നയിച്ചുകൊണ്ടിരിക്കുന്നു. ടെന്റിലിരുന്ന് സഹാബത്ത് രണഭൂമിയിൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ട് ജീവനർപ്പിക്കാൻ തയ്യാറായി ഖഡ്ഗവും ഏന്തിയിട്ട് ഘോരം യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ഘട്ടങ്ങളെയും വിശദീകരിച്ച് തുടർന്നുള്ള പുതിയ തന്ത്രങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അലി റളിയല്ലാഹു തആല അൻഹു ഇടക്കിടക്ക് വരുമായിരുന്നു ടെന്റിലേക്ക് ഹബീബിനെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴൊക്കെ ഹബീബ് സുജൂദിലാണ്. യാ ഹയ്യു യാ ഖയ്യൂം
ഇത് തന്നെ പറയുന്നുണ്ട് സുജൂദിൽ കിടന്നിട്ട്. അലി റളിയല്ലാഹു തആല തിരിച്ചു പോകും. കുറച്ച് സമയം കഴിയുമ്പോ നബിയെ, ഇങ്ങനെയാണ് യുദ്ധത്തിന്റെ അവസ്ഥ, ഇനി എങ്ങനെയാ മുന്നോട്ട് പോകേണ്ടത്? വല്ല തന്ത്രവുമുണ്ടോ, വല്ല ഹിക്മത്തുമുണ്ടോ, വല്ല മെസ്സേജും വന്നിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് ഹബീബിന്റെ അടുക്കലേക്ക് ഓടി വരും അലി റളിയല്ലാഹു തആല. ടെന്റിന്റെ അടുത്തെത്തിയപ്പോഴുണ്ട് ഹബീബ് സുജൂദിൽ കിടക്കുകയാണ്. യാ ഹയ്യു യാ ഖയ്യൂം. അപ്പോഴും അതേ സുജൂദില് വീണ്ടും മടങ്ങിപ്പോയി. പലതവണ ഞാൻ നബിയുടെ ടെന്റിന്റെയും യുദ്ധഭൂമിയുടെയും ഇടയ്ക്ക് ഓടിയിട്ടുണ്ട് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു. അപ്പോഴൊക്കെ നബി സുജൂദിലാണ് പറയുന്നത് ഇത് തന്നെ, ഹയ്യു യാ ഖയ്യൂം. അവസാനം യുദ്ധം ഏകദേശം വൈൻഡപ്പ് ചെയ്യാനായിട്ടുണ്ട്, വിജയിക്കാനായിട്ടുണ്ട് എന്നറിഞ്ഞപ്പോ ഓടി ഞാൻ സന്തോഷം പറയാൻ നബിയുടെ അടുത്തെത്തിയപ്പോ ഫവജൂഹു യതഹല്ലലു, ഹിലാല് പോലെ പ്രശോഭിതമായ മുഖവും ഹബീബ് സുജൂദിൽ നിന്ന് പുഞ്ചിരിച്ചെണീറ്റ് വരുന്നുണ്ട്. ആ മുഖം കാണുമ്പോ ഹിലാല് വരുന്ന പോലെ, അമ്പിളിമാനത്തുതിച്ചു നിൽക്കുന്ന പോലെ. അപ്പോൾ യുദ്ധവും കഴിഞ്ഞിട്ടുണ്ട്. സുജൂദിൽ കിടന്ന് ചോദിച്ചു വാങ്ങിയതാണ് മുഅ്മിനെ ബദർ യുദ്ധം. ചോദിച്ചു വാങ്ങിയത് ശത്രുക്കളെ തകർക്കാൻ വേണ്ടിയിട്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കാരത്തെ അല്ലേ സെലക്ട് ചെയ്തത്? അത് തന്നെയല്ലേ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും അല്ലാഹു സുബ്ഹാനഹു കൊടുത്തിട്ടുള്ള മാർഗം ഫിർഔനിന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്. വഅൗഹൈനാ ഇലാ മൂസാ വഅഖീ അൻ തബവ്വ ലിഖൗമികുമാ ബിമിസ്ര ബുയൂതൻ വലിബുയൂതികും ഖിബ്ല നിസ്കാരം നിർവഹിക്കും മൂസാ നബിയെ അങ്ങയിൽ വിശ്വാസമർപ്പിച്ച അനുയായികളും. എന്നാൽ ഫിർഔനിൽ നിന്ന് നിങ്ങൾക്ക് വിജയമുണ്ട് എന്ന് പഠിപ്പിച്ചില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല? അപ്പോൾ വിജയം അവിടെ തന്നെയാണ്. ഒരുപാട് പ്രതിസന്ധികൾ ഇന്ന് മുസ്ലിമീങ്ങളായ ആളുകൾക്കുണ്ട്. ഒരുപാട് പ്രതിസന്ധികൾ. മ്യാൻമറിലെ റോഹിംഗ്യൻ മുസ്ലിമീങ്ങളുടെ കഥ 2 മാസങ്ങൾക്ക് മുമ്പ് സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പുകളിൽ, ഫേസ്ബുക്കുകളിൽ, മറ്റു മീഡിയകളിൽ, മാധ്യമങ്ങളിൽ വൈറലായിരുന്നുവല്ലോ. എത്ര പീഡന പർവങ്ങളാണ് അവർ സഹിച്ചു പോയത്. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ എത്ര പീഡനങ്ങളാണ്, ഒരു മൃഗത്തിന്റെ പേരിൽ എത്ര പീഡനങ്ങളാണ് ചിലപ്പോ സഹിക്കേണ്ടി വരുന്നത്. ഇരിക്കട്ടെ, നമ്മുടെ മലബാറിൽ പോലും മുസ്ലിമായി എന്നതിന്റെ പേരിൽ പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ? ഇതൊന്നും മുസ്ലിമിന് അന്യമല്ല. ഹബീബ് പറയാതിരുന്നിട്ടുമില്ല. ഹബീബ് പറഞ്ഞിട്ടില്ലേ ഇത്? ബദഅൽ ഇസ്ലാമു ഗരീബാ, ബദഅൽ ഇസ്ലാമു ഗരീബാ ഫസയഊദു കമാ ബദഅ. ഇസ്ലാം സ്റ്റാർട്ട് ചെയ്തത്, ഇസ്ലാം തുടങ്ങിയത്, ഇസ്ലാമിന് സംസ്ഥാപനമുണ്ടായ മക്കയിലാണ്. മക്കയിൽ വിദേശിയെ പോലെയല്ലേ ഹബീബ് അനുയായികളും കഴിയേണ്ടി വന്നത്. അവസാനം സ്വദേശം വിടേണ്ടിയും വന്നില്ലേ? ബദഅൽ ഇസ്ലാമു ഗരീബാ, വിദേശിയെ പോലെയാണ് സ്വദേശത്തും ഇസ്ലാമിന്റെ തുടക്കമുണ്ടായത്. തുടക്കം അങ്ങനെയാണ്. എന്നാൽ ഫസയഊദു കമാ ബദാ, തുടങ്ങിയിടത്തേക്ക് തന്നെ മടങ്ങുമെന്നതാണ് സത്യം. ഇസ്ലാം തുടങ്ങിയത് വളരെ പ്രയാസപ്പെട്ടായിരുന്നു. സ്വദേശത്ത് പോലും വിദേശിയെ പോലെ പോവാൻ തയ്യാറായി നിൽക്കേണ്ടി വന്നത്. വേറൊരർത്ഥമുണ്ട്, അതവിടെ ഇരിക്കട്ടെ, അത് കറക്റ്റാണ്. നമ്മൾ വിദേശ മണ്ണിലാണ് നിൽക്കുന്നത്, സ്വദേശം സ്വർഗമാണ്. അവിടത്തേക്കുള്ള യാത്രയിലെ 3rd സ്റ്റോപ്പിലാണ്, 3rd സ്റ്റാൻഡിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. ഒന്ന് ആലമുൽ അർവാഹ്, ദെൻ ആലമുർ റഹം, 3 ആലമുദ് ദുനിയ. അതവിടെയാണ്. അതവിടെ ഇരിക്കട്ടെ. പച്ചയായ ഹബീബിന്റെ ഹദീസല്ലേ ഇത്? ബദഅൽ ഇസ്ലാമു ഗരീബാ, സ്വദേശത്ത് പോലും ഇസ്ലാമിന്റെ തുടക്കമുണ്ടായത്, ആവിർഭാവം ഉണ്ടായത് വിദേശിയെ പോലെ ഗരീബായിട്ട്. എന്നാൽ ഫസയഊദു കമാ ബദാ, അവസാന നാളാകുമ്പോ ഇസ്ലാമിനും അതിന്റെ അനുയായികളും വിദേശിയെ പോലെ നിൽക്കേണ്ടി വരുമെന്ന് 1425 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിന്റെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലത്തു ശർല ബി ഉമ്മത്തി മുഹമ്മദിൻ ബിജാഹി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവസ്ഥ?
പത്രം തുറന്നാൽ, മാധ്യമം തുറന്നാൽ പലരും പോയിക്കോളൂ പാകിസ്ഥാൻ, നമുക്ക് ഒരു അവകാശവും ഊതിക്കാച്ചിയെടുത്ത് പൊന്നുപോലെ ഈ പാരതന്ത്രത്തെ, സ്വാതന്ത്ര്യത്തെ പൂർവീകർ നമ്മളെ ഏൽപ്പിച്ചിട്ട് നമ്മൾ പോയിക്കോളാനായി. എവിടെയായാലും മുസ്ലിമിന്, ഇസ്ലാമിന് അവിടേക്ക് പോവേണ്ട അവസ്ഥ തന്നെ ആയിരിക്കും ഉണ്ടാവുക. പോവേണ്ടി വരികയാണ്. ദേശീയ പോലെ നിന്നോളാൻ റസൂലുള്ളാഹി. ഫതൂബാ ലിൽ ഗുറബാ, സ്വദേശത്ത് വിദേശിയാവാനുള്ള തയ്യാറെടുപ്പോടെ നിൽക്കാൻ പറ്റുന്നവരെ നിങ്ങൾക്ക് സ്വാഗതം. ഫതൂബാ ലിൽ ഗുറബാ, സ്വദേശത്തും വിദേശിയെ പോലെ നിൽക്കാൻ കഴിയുന്നവരെ നിങ്ങൾക്ക് സ്വാഗതം. ഇതാണ് റസൂലുള്ളാഹി പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, നബിയെ വല്ല വഴിയുണ്ടോ അന്ന് രക്ഷപ്പെടാൻ? നബി തങ്ങൾ പറഞ്ഞു, AK-47 എടുത്തോളൂ എന്നല്ല, ഭരണം തിരിച്ചു പിടിച്ചോളൂ എന്നല്ല. നബി തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ദുആ ചെയ്യണേ, ദുആ മാത്രം. ഏതുപോലെ ഒരാളുടെ ദുആ പോലെ. അയാളുടെ ദുആ ഇങ്ങനെയാണ്, കൽ ഗരീഖി ഫിൽ ബഹരി, സമുദ്രത്തിൽ ആണ്ടുപോകുന്ന, മുങ്ങിപ്പോകുന്ന ആളെ പോലെ അവർ ചെയ്യുന്ന പ്രാർത്ഥന, അവരുടെ വേവലാതി, അവരുടെ വെപ്രാളം, അതുപോലെ നിങ്ങളും അല്ലാഹുവിലേക്ക് ദുആ ചെയ്യണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നത്തെ ഈ സാഹചര്യത്തിൽ നിന്ന്, വിഷമത്തിൽ നിന്ന്, മുഅ്മിനിന്റെ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ദുആകളാണ് അല്ലാഹുവിന്റെ ഹബീബ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. വേറെ ഒരു പണിക്ക് പോയിട്ടും കാര്യമില്ല. തൂബാ ലിൽ ഗുറബാ, സ്വദേശത്ത് വിദേശിയെ പോലെ നിൽക്കാൻ കഴിവുള്ളവരെ, അതിന് വേണ്ട ട്രിക്കുള്ളവരെ, അതിന് തയ്യാറെടുപ്പുള്ളവരെ നിങ്ങൾക്ക് സ്വാഗതം. അങ്ങനെ നിൽക്കേണ്ടി വരുമോ നബിയെ? നിൽക്കേണ്ടി വരും. എങ്കിൽ ആ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് രക്ഷ നേടാൻ, ഞങ്ങളെ പ്രയാസങ്ങളെ നീക്കാൻ, ഞങ്ങളുടെ മനോവിഷമങ്ങളെ ഇല്ലാതാക്കാൻ ഏത് മാർഗമാ സ്വീകരിക്കേണ്ടെന്ന് ചോദിച്ചപ്പോൾ നബി തങ്ങൾ പറഞ്ഞത് ദുആ മാത്രമാണ്. അതും സമുദ്രത്തിന്റെ ആഴിയിലേക്ക് താഴ്ന്നു പോകുന്നവന്റെ വെപ്രാളം പോലെ പടച്ചവനെ മനസ്സറിഞ്ഞവനെ ഡെഡിക്കേറ്റ് ചെയ്ത് ചോദിക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഹദീസിനെ ഒന്നെടുത്ത് ഇതിലേക്ക് വെച്ചേക്ക്. അല്ലാഹുമായിട്ട് ഏറ്റവും കൂടുതൽ സംസാരിക്കാൻ, ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന സമയം സുജൂദല്ലേ. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് സുജൂദൊക്കെ വർദ്ധിപ്പിക്കുന്നത് നല്ലതാണ്, സുന്നത്ത് നിസ്കാരങ്ങളൊക്കെ. എന്തുകൊണ്ട്? ഒരു മുഅ്മിനിന് പ്രയാസം വന്നാൽ റബ്ബിനോട് ദുആ ചെയ്യാനാ പറഞ്ഞത്. ഏറ്റവും അടുത്ത് വെച്ച് ദുആ ചെയ്യാൻ പറ്റുന്ന നിസ്കാരത്തിലാണ്. അപ്പോൾ 5 വക്ത് ഫർള് മാത്രമേ ഉള്ളൂ. കൂടുതൽ ആവശ്യങ്ങൾ റബ്ബിലേക്ക് സമർപ്പിക്കാൻ സുന്നത്താണെങ്കിലും അതിനെ ഫർള് പോലെ കണ്ട് ഈ ഒരു സാഹചര്യത്തിൽ നിർവഹിക്കാൻ നമ്മളൊക്കെ മുന്നോട്ട് വരണമെന്ന്. എന്നാ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ അവിടേക്ക് മടങ്ങാം. നമ്മൾ സയന്റിഫിക്കായി ചിന്തിക്കാൻ തുടങ്ങി, ഭൗതികപരമായ വിചക്ഷണന്മാരുടെ ചർച്ചകളൊക്കെ കേൾക്കാൻ തുടങ്ങി. മുസ്ലിമീങ്ങളും ആ വഴിക്ക് പോയി. നബി തങ്ങൾ പറഞ്ഞു, അതുകൊണ്ടൊന്നും കാര്യമില്ല. നിങ്ങൾക്ക് നിലനിൽപ്പുണ്ടാവണമെങ്കിൽ നിങ്ങൾ നിസ്കാരത്തെ വർദ്ധിപ്പിച്ചോളൂ, ദുആനെ വർദ്ധിപ്പിച്ചോളൂ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹലിനെ പരിചയമില്ലേ? ഇസ്ലാമിന്റെ ശത്രു അബൂജഹലിന്റെ മോൻ ഇക്രിമ ഇബ്നു അബീ ജഹൽ എന്നവർ. ഇക്രിമ ഇബ്നു അബീ ജഹൽ, ഇക്രിമ എന്ന് പറയുന്ന അബൂജഹലിന്റെ മകൻ, ബാപ്പ കൊടിയ ശത്രുവും ഏറ്റവും മതത്തോട് ഇഷ്ടമുള്ള മകനും. ആ മകൻ വകാന കസീറ സ്വലാത്ത്, നിസ്കരിക്ക, എവിടെ ഒഴിവ് കിട്ടിയാലും മുസല്ല വിരിക്കാൻ നിസ്കരിക്ക. വല്ലാത്ത ആനന്ദമുള്ള ആളായിരുന്നു. വല്ലാത്ത ആനന്ദം നിസ്കാരത്തിൽ കണ്ടെത്തിയവരായിരുന്നു. ഏറ്റവും വലിയ ഇസ്ലാമിന്റെ ശത്രുവിന്റെ മകനായ ഇക്രിമ അബീ ജഹൽ റളിയല്ലാഹു തആല അൻഹു. ദുനിയാവിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് 3 കാര്യത്തിലാണ്. ഒന്ന് പറയാൻ നമുക്ക് ആവശ്യമായത് അതേതാണ്? നിസ്കാരം തന്നെ, നിസ്കാരം, കൺകുളിർമയുള്ള നിസ്കാരം. ഒരു ദിവസം നിസ്കാരം നീണ്ടുപോയപ്പോ ആയിഷ ബീവി കട്ടിലിൽ കിടന്ന് എന്റെ പ്രിയ ഭൂമാന്റെ നിസ്കാരം നിരീക്ഷിക്കുന്നുണ്ട്. മരിച്ചുപോയോ സുജൂദിൽ കിടന്ന് എന്ന് ആദി കൊണ്ട് വേബത് കൊണ്ട് ഹബീബിന്റെ വിരൽ പിടിച്ചനക്കി നോക്കി എന്ന് ഹദീസിൽ കാണാം.
ഭാര്യ തൊട്ടാ വധു മുറിയോ മസലക്ക് വരുന്നതിന്റെ മുമ്പ് എന്നും പറയാം, അല്ലെങ്കിൽ തൊട്ടത് മറ്റെന്തെങ്കിലും പ്രതലങ്ങൾ കൈവലി വെച്ചിട്ടാണ് എന്നോ ആവാം. ഇനി അത് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഹബീബിന്റെ കൈ പിടിച്ചിട്ട് ഒന്ന് അനക്കി നോക്കി, മരിച്ചിട്ടുണ്ടോ എന്ന്. മരിച്ചിട്ടില്ല. ഇപ്പോഴും എക്സ്ഹൈലും ഇൻഹൈലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിസ്കാരം ദീർഘിച്ച് കാലുകൾ പോലും നീര് വെച്ച് അന്യായം പറഞ്ഞില്ലേ, എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത്? ആയിഷ ബീവി പോലും ചോദിച്ചില്ലേ, കഴിഞ്ഞുപോയത് പൊറുത്തില്ല ഹബീബേ, വരാനിരിക്കുന്നതിന്റെ പാപമോചനം അല്ലാഹു നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഹബീബേ. എന്നാലും അഫലാ അകൂനു അബ്ദൻ ശകൂറാ, ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ എന്നായിരുന്നു ആയിഷ ബീവിയോട് അവിടുത്തെ മറുപടി. നന്ദിയുള്ള ഒരാള് എന്തിനാണ് ഈ നന്ദി കാണിക്കുന്നത്? എനിക്കും നിങ്ങൾക്കും എന്താണ് അല്ലാഹു തന്നത്? എന്താ തന്നത്? ഒന്നുമില്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കും നിങ്ങൾക്കും ഫ്രീ ആയിട്ട് പരിശുദ്ധ ഇസ്ലാമിന്റെ മെമ്പർഷിപ്പ് തന്നില്ലേ? വെറുതെ തന്നില്ലേ? അഭിജാത്യമുള്ള കുടുംബത്തിലെ ഫാത്തിമാന്റെ മുഹമ്മദിന്റെ മോനായി മോളായി അല്ലാഹു ഫർസാന നിന്നെ സൃഷ്ടിച്ചില്ലേ? ജുബൈറെ അല്ലാഹു നിന്നെ സൃഷ്ടിച്ചു തന്നില്ലേ? വെറുതെ ഫ്രീ ആയിട്ട് ഫിത്രത്തിലെ അല്ലാഹു മെമ്പർഷിപ്പ് ആഡ് ചെയ്തില്ലേ പരിശുദ്ധ ഇസ്ലാമിലേക്ക്? അത് തന്നെ വലിയ അനുഗ്രഹല്ലേ? അത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദുആ ചെയ്തത് എന്തായിരുന്നു? കഅബയുടെ നിർമ്മാണം നടക്കുന്ന സമയത്ത് അവിടുത്തെ പ്രാർത്ഥന എന്തായിരുന്നു? അവിടുന്ന് എന്തായിരുന്നു റബ്ബിനോട് ചോദിച്ചിരുന്നത്? റബ്ബേ, അല്ലാഹു കരാറ് കൊടുത്ത പ്രൊജക്റ്റ് ആയിരുന്നു, അല്ലാഹു കരാറ് കൊടുത്ത കൺസ്ട്രക്ഷൻ വർക്കായിരുന്നുവല്ലോ കഅബയുടെ നിർമ്മാണം എന്ന് പറയുന്ന. അഹിദ്നാ ഇലാ ഇബ്രാഹിം, പടച്ചവൻ കൊടുത്ത പ്രൊജക്റ്റ് ആയിരുന്നു. 1986 സൗദി സർക്കാർ കൊടുത്ത പ്രൊജക്റ്റാണ് ബിൻ ലാദൻ ഗ്രൂപ്പ് ഇപ്പോഴും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കുറെ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു ഇബ്രാഹിം നബിയെ 4000 ഏകദേശം വർഷങ്ങൾക്കപ്പുറം അല്ലാഹു ഏൽപ്പിച്ച പ്രൊജക്ട് കൺസ്ട്രക്ഷൻ ജോലി നിർവഹിക്കുന്ന സമയത്ത് ആ പ്രൊജക്ട് കഴിയും മുമ്പ് കാശ് വലിക്കാൻ കഴിയണേ. ഇപ്പൊ എക്കണോമിക്കൽ ക്രൈസിസ് ആണ്. 24,000 40,000 അതിനൊക്കെ ചോദ്യങ്ങള്. അതുകൊണ്ട് റബ്ബേ, അതിന്റെ മുമ്പ് കാശ് ഒന്ന് തീർക്കണേ എന്നല്ല, ഇസ്മായിൽ എന്ന എന്റെ കയ്യാൾക്ക് മേസ്രിയായ എനിക്കും കാശ് കൂട്ടിത്തരണേ എന്നല്ല, പടച്ചവനെ ഞങ്ങൾ രണ്ടുപേരെയും മുസ്ലിമാക്കണമേ എന്നാണ് അള്ളാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്തത്. എന്താ ദുആ? അള്ളാഹു എന്നെ മുസ്ലിമാക്കണമേ, മുസ്ലിമായി മരണം വരെ നിലനിൽക്കാൻ അവസരം തരണേ, ഈമാൻ സുബൂത്താക്കി തരണേ എന്ന പ്രാർത്ഥനയായിരുന്നുവല്ലോ അവിടുന്ന് റബ്ബിനോട് ചോദിച്ചിരുന്നത്. മറ്റൊന്നും ചോദിച്ചിരുന്നില്ല. അൽഹിഖ്നീ, പടച്ചവനെ എന്നെ ചേർക്കണേ, വഅൽഹിഖ്നീ ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ ചേർക്കുകയും ചെയ്യണമെന്ന്. അതായിരുന്നു അവിടുന്ന് ദുആ ചെയ്തിരുന്നത്. അള്ളാഹുവിനോട് ദുആ ചെയ്തതാണ്. ഒരുപാട് ആയത്തുകളിലൂടെ കഅബയുടെ നിർമ്മാണവും അവിടുത്തെ മറ്റു വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. അവസാനം എല്ലാത്തിനും ലാഭമായി എന്നെയും എന്റെ പൊന്നുമോനെയും മുസ്ലിമാക്കണമേ എന്നാണ്. പ്രിയപ്പെട്ടവരെ, ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന അതേ അവസരമല്ലേ അള്ളാഹു എനിക്കും നിങ്ങൾക്കും ഈ മതത്തിന്റെ മെമ്പർഷിപ്പ് ഫ്രീ ആയി ഫിത്രത്തിലെ തന്നത്? അത് തന്നെ വലിയ അനുഗ്രഹമല്ലേ? അയാ ഫാഖിറൻ بالنسب كيف التفاخر وصولكم من قبل تيم ونايرو وعشار موشاري ومنان പാണരു വകൊയപ്പാനു ചെട്ട്യാനു വനായാടി പറയരു. എത്ര കാസ്റ്റുകൾ, എത്ര ട്രൈബുകൾ നമ്മുടെ നാടുകളിൽ. അതിലൊന്നും പെടാതെ അള്ളാഹു അവന്റെ പരിശുദ്ധ മതത്തിന്റെ ശാന്തല തീരത്തേക്ക് നമ്മളെ ഡയറക്റ്റ് ആഡ് ചെയ്തില്ലേ? ഇത് തന്നെ വലിയ അനുഗ്രഹമല്ലേ? ഒന്നുമല്ലെങ്കിൽ ഒന്നും വേണ്ട, എല്ലാം മറന്ന് മൻ അറഫ നഫ്സഹു അറഫ റബ്ബ, സ്വന്തം ശരീരത്തിലേക്ക് നീ ഒന്ന് ആലോചിക്ക. 1 മിനിറ്റിൽ 3 കോടി നിയമത്തുകൾ തന്നവനാണ് അല്ലാഹു. ഒരൊറ്റ മിനിറ്റിൽ 3 കോടി നിയമത്ത്. കണ്ണിന്റെ നിയമത്ത് എത്രയാണ്? കൺപോളകൾ 1 മിനിറ്റിൽ അല്ലാഹു തന്ന ഓർഡർ പ്രകാരം 11 തവണ അടച്ചു തുറക്കണമെന്നാണ്. 1 മിനിറ്റിൽ 11 നിയമത്ത്. വെറും ചലനം എന്ന് പറയുന്ന കൺപോളകളുടെ ആ ഒരു കർമ്മത്തിന്
എത്ര വലിയ സംവിധാനമാണ് അതിന്റെ ററ്റിനക്കകത്തുള്ള ആ ക്യാമറകൾക്ക് അല്ലാഹു നൽകിയത്. കണ്ണുനീർ എത്ര വലിയ അത്ഭുതമാണ്, സലൈവ എത്ര അത്ഭുതമാണ്, കർണപുടം എന്ന് പറയുന്ന ഐസി ചിപ്പ് അതെത്ര അത്ഭുതമാണ്. പടച്ച റബ്ബേ, ശരീരത്തിലേക്ക് മലീമസമായ വസ്തുക്കളൊന്നും കടന്നു വരാതിരിക്കാൻ ഫിൽട്ടർ ചെയ്യുന്ന കിഡ്നി സംവിധാനം അതെത്ര വലിയ പ്രൊജക്റ്റാണ്. പടച്ച റബ്ബേ, നീ എത്ര വലിയ ഔദാര്യമാണ്. എത്ര സന്ധികളാണ്, എത്ര പേശികളാണ്, എത്ര 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 ഒരുപാട് കർമ്മങ്ങളല്ലേ ഒരേ സമയത്ത് ഒരാള് ഒരു മിനിറ്റിൽ ഒരാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ഡിതന്മാർ ആറ്റിക്കുറുക്ക് അവസാനം പറഞ്ഞത് 1 മിനിറ്റിൽ 3 crore ബ്ലെസ്സിങ്ങുകൾ അള്ളാഹു ഓരോരുത്തർക്കും തരുന്നുണ്ട് എന്നാണ്. 1 മിനിറ്റിൽ, ഒരൊറ്റ മിനിറ്റിൽ 3 കോടി നിയമത്ത് ശുക്ർ ചെയ്യാൻ കഴിയോ നമ്മൾക്ക്? ഒരു ദിവസം 1440 മിനിറ്റുകളിൽ ചേർത്ത് വായിക്ക 1440 × 3 കോടി. ഭീമമായ വലിയ വലിയ കോടികളുടെ കണക്കുകൾ വരില്ലേ? ആർക്കാണ് ഇതിനൊക്കെ ശുക്ർ ചെയ്യാൻ സാധ്യമാകുന്നത്? അള്ളാന്റെ ഹബീബ് പറഞ്ഞു, അഫലാ അകൂനു അബദൻ ശകൂറാ. ഒന്നിനും വേണ്ട, നന്ദിക്ക് വേണ്ടി നിസ്കരിച്ചൂടെ നമ്മൾക്ക്? മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅ്റാജാണത്. 4000 കൊല്ലങ്ങൾക്ക് മുമ്പാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിസ്കാരത്തിന്റെ പ്രാധാന്യം, അവിടുത്തെ കഅബയുടെ നിർമ്മാണമൊക്കെ നടന്നത്, എല്ലാം നടന്നത് 4000 കൊല്ലങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നടത്തി. പിന്നെ ജുർഹൂം ഗോത്രം നടത്തി, പിന്നെ ഖുസൈബിന് കിലാബ് നടത്തി, അവിടെ നിന്ന് ഇങ്ങോട്ട് സീസ് നബി നടത്തി, ആദൻ നബി നടത്തി. ഒരുപാട് പേര്, ഇബ്രാഹിം നബി അടക്കം, മാലാക, ആദൻ നബി, സീസ് നബി, ഇബ്രാഹിം നബി, ജുർഹൂം ഗോത്രം, പിന്നൊരു ഗോത്രം ഖുസൈബിന് കിലാബ്, അബ്ദുൽ മുത്തലിബ് തുടങ്ങിയ അവസാനം ഫഹദ് രാജാവ്. അങ്ങനെ കുറെ പേര് നിർമ്മിച്ചിട്ടുണ്ട്. അവരാരും ഇബ്രാഹിം നബിക്ക് ശേഷം നിർമ്മിച്ച ഒരാളും തന്നെ ഇബ്രാഹിം നബി ഇട്ട ഫൗണ്ടേഷൻ ഇളക്കിയിട്ടില്ല. അവിടെ എത്തി പിന്നെ അതിന് മുകളിലേക്ക് പടുത്തുയർത്തി എന്നാണ്. അങ്ങനെ ആ ചരിത്രത്തിൽ കാണുന്നത് ഓർക്കണേ. പ്രിയ ഹാജറ ബീബി എന്നവരെയും പ്രിയ പൊന്നുമോൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്നവരെയും 2 പേരെയും കൈപിടിച്ചിട്ട് മദീനയിലും കൈപിടിച്ചിട്ട് GCCയിൽ ഒരുപാട് രാഷ്ട്രങ്ങളിലൂടെ മകനെയും ഭാര്യയും കൊണ്ട് നടന്നു എന്നാണ് സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. കുറെ നടന്നു. അവസാനം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കൊണ്ടുവന്നാക്കിപ്പോയത് കഅബയുടെ ചാരത്ത്. ഒന്നാലോചിക്കുക, ഒരു ചെറിയ ചിന്ത എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ മനസ്സിലാക്കുക. ഇത് പറയാൻ വളരെയേറെ പ്രാധാന്യമുള്ള ഒരു സദസ്സും കൂടെയാണിത്. എന്തുകൊണ്ട്? എക്സാം കഴിഞ്ഞ് റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന സമയമാണ്. നാളുകളിൽ, ഈ ആഴ്ചകളിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ചകളിൽ റിസൾട്ട് വരികയാണ്. ചുരുങ്ങിയത് നമ്മുടെ മക്കളെ എവിടെ ചേർക്കണം എന്ന വേജാറിലാണ് ഇപ്പോഴും ഉമ്മയും ഉപ്പയുള്ളത്. എവിടെ ചേർക്കണം എന്ന് പറഞ്ഞുതരാം. ഞാനല്ല, സയ്യിദുനാ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം 4000 കൊല്ലം മുമ്പ് പഠിപ്പിച്ചു എവിടെ ചേർക്കണമെന്ന്. ഒന്നെന്നോട് ചേർന്ന് സംസാരിച്ച് ഒന്ന് സഹകരിക്കണമെന്ന സദസ്സനോട് ഏതൊക്കെ ക്വാളിറ്റിയാണ്, ഏതൊക്കെ പെക്യുലാരിറ്റിയാണ്, ഏതൊക്കെ പ്രത്യേകതയാണ് വാപ്പ ഉമ്മ തന്റെ മകളെ 10th തന്റെ മകനെ 10th കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് ചേർക്കാൻ വേണ്ടി സ്വീകരിച്ചത്. ചേർക്കാൻ പോകുന്ന കലാലയത്തിനുണ്ടാവേണ്ട നിന്റെ കാഴ്ചപ്പാട് എന്തായിരുന്നു? നിന്റെ വ്യൂ എന്തായിരുന്നു? നിന്റെ പ്രത്യേകത ആ ക്യാമ്പസിനുണ്ടാവേണ്ടിയിരുന്നത് എന്തൊക്കെയായിരുന്നു? ഒന്ന് പറഞ്ഞേക്കൊന്ന് ഫ്ലുവന്റ് ഇംഗ്ലീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. 2 ഫോറിൻ ലെക്ചേഴ്സ് ഉണ്ടായിരിക്കണം, സ്വദേശക്കാര് പഠിപ്പിച്ചാ പോരാ. 3ാമത്തേത് മെസ്സ് സംവിധാനം വേണം, ഹോസ്റ്റലിന്റെ സംവിധാനം പെടുത്തേണ്ട സ്കൂളാണെങ്കിൽ വെഹിക്കിൾ ഫെസിലിറ്റി വേണം. അതുപോലെ തന്നെ ഒരുപാട് വിഷയങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ നന്നായിരിക്കണം, ചുറ്റുമതിലുണ്ടായിരിക്കണം, തുടങ്ങിയിട്ട് ഒരുപാട് കാഴ്ചപ്പാടുകൾ, ഒരുപാട് മാനദണ്ഡങ്ങളല്ലേ നിങ്ങളുടെ കൽബുകളിൽ ഉണ്ടായിരുന്നത്? ഇതാണോ ഒരു മുസ്ലിമായ വാപ്പക്ക് തന്റെ മകനെ ഏതെങ്കിലും കലാലയത്തിൽ ചേർക്കുമ്പോൾ സ്വീകരിക്കേണ്ട മാനദണ്ഡങ്ങൾ? ഇതല്ലല്ലോ, ഒരിക്കലും ഇതല്ലല്ലോ. നമ്മളെങ്ങനെ മെറ്റീരിയലിസ്റ്റുകളായത്? നമ്മളെങ്ങനെ കാനേഷുകുമാരി കണക്ക് പ്രകാരമുള്ള ആളുകളായത്?
എങ്ങനെയാ നമ്മളായിപ്പോയത്? ഇന്ന് രാത്രിയെങ്കിലും തിരുത്താൻ സമയം കണ്ടെത്തണേ. സ്വാഗതത്തിൽ പറഞ്ഞല്ലോ, ഒരുപാട് ദിവസങ്ങളായിട്ട് ഇവിടെ നടക്കുന്ന പ്രസംഗങ്ങളില് മനോഹരമായ ഓർത്തിരിക്കേണ്ട ഭാഗങ്ങളെ സൂക്ഷിച്ച് ജീവിതത്തിൽ പകർത്തണമെന്ന്. എന്നാൽ എന്റെ രക്ഷിതാക്കൾ, എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്, ഉമ്മമാര്, 7ാം ക്ലാസ് പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികളെ കുറിച്ച് ബോധവാന്മാരാവേണ്ടതുണ്ട്. 10ാം ക്ലാസ് എഴുതി നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് ബോധവാന്മാരാവേണ്ടതുണ്ട്. പോവട്ടെ, +2 പരീക്ഷ എഴുതി നിൽക്കുന്ന കുട്ടികളെ കുറിച്ച് ഇനി പഠിപ്പിക്കാൻ വിടുന്നുണ്ടെങ്കിൽ ബോധവാന്മാരാവേണ്ടവരുണ്ട്. അടുത്ത കൊല്ലം ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇക്കൊല്ലം മനസ്സിലാക്കേണ്ട രക്ഷിതാക്കൾ, മാറ്റി ചേർത്താൻ സാധ്യമാകുന്നവർ, ഞാൻ സ്വീകരിച്ച മാനദണ്ഡമാണോ ഇബ്രാഹിം നബി പറയുന്നതെന്ന് ആലോചിക്ക്. റബ്ബനാ, കൊല്ലങ്ങളോളം ഒരുപാട് രാഷ്ട്രങ്ങളിലൂടെ ദിവസങ്ങളോളം അവരൊക്കെ കറക്കി നടന്നിട്ട് അവസാനം കഅബയുടെ ചാരത്ത് കൊണ്ടുവന്നാക്കിയിട്ട് തിരിച്ചു പോകുമ്പോ സാറാ ബീവിയുണ്ട്, തന്റെ ആ ഭാര്യയുടെ അടുക്കലേക്ക് തിരിച്ചു ഫലസ്തീനിലേക്ക് പോകുമ്പോ കഅബയുടെ ചാരത്താക്കിയ ഭാര്യയെ, കഅബയുടെ ചാരത്താക്കിയ പൊന്നുമോന് മുന്നിൽ നിർത്തിയിട്ട് റബ്ബിലേക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ച ആ പ്രാർത്ഥന ഇന്നും പരിശുദ്ധ ഖുർആനിൽ നമ്മൾ നോക്കിയിട്ട് പല്ലടിച്ച് കാണിക്കുന്നുണ്ട്. ഓർക്കണേ, എത്ര വലിയ പ്രക്ഷോഭിതമായ, എത്ര ആളുകളുടെ ഹൃദയങ്ങളെ കോരിത്തരിപ്പിച്ച, ഓരോ മനസ്സുകളെയും ചിന്താമണ്ഡലങ്ങളെ ഉദ്ദീപിപ്പിച്ച ആയത്തല്ലേ ഇനി പറയാൻ പോകുന്നത്. അവിടുത്തെ പ്രാർത്ഥന അതായിരുന്നില്ലേ? റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറ റബ്ബനാ ലിയുഖീമസ് സ്വലാത്ത്. ഇന്നി അസ്കൻതു, പടച്ചറബ്ബേ, ഞാനിതാണ് എന്റെ മോനെ ഹോസ്റ്റലൈസ് ചെയ്തിരിക്കുന്നു. അസ്കന, മസ്കൻ, ഹോസ്റ്റലൈസ് ചെയ്തു. ഇന്നി അസ്കൻതു, ഞാൻ എന്റെ സന്താനത്തെ മിൻ ദുർരിയതി ബിവാദിൻ ഗൈറ ദീ സറ, ഞാൻ ആക്കിയ ഹോസ്റ്റലിന്റെ പ്രത്യേകത അവിടെ മെസ്സ് സംവിധാനം ഉണ്ട് എന്നല്ല. വാദിൻ, ഒരു ചെരുവാണ്, ഒരു വാലിയാണ്. ഗൈറ ദീ സറ, അവിടെ കൃഷിയില്ല, കൃഷി ചെയ്യാൻ യോഗ്യവുമല്ല, മരുഭൂമിയാണ്, ഡിസേർട്ടാണ്. അവിടെ എങ്ങനെയാ കൃഷി ചെയ്യുന്നത്? ഓൾറെഡി അവിടെ ഭക്ഷണമില്ല. ഇനി എങ്ങനെയെങ്കിലും കൃഷി ചെയ്തിട്ട് 2 മാസങ്ങളെ കൊണ്ട് പുതിയ രീതിയിൽ കൾട്ടിവേഷൻ നടത്താന്ന് വിചാരിച്ചാലും സാധ്യമല്ലാത്ത ഭൂമികയിലാണെന്ന് ഞാൻ പൊന്നുമോനെ കൊണ്ടുവന്നാക്കിയത്. ഏതൊക്കെ മാനദണ്ഡങ്ങളാ തകർന്നു പോയത് ഇബ്രാഹിം നബിയുടെ മുമ്പിൽ. ഇബ്രാഹിം നബി നോക്കിയത് ഫലസ്തീൻ ഇങ്ങോട്ട് വരാനുള്ള ബസ് സംവിധാനം ഉണ്ടോന്നല്ല. ഇബ്രാഹിം നബി നോക്കിയത് ബസ് സംവിധാനം ഉണ്ടോന്നല്ല. ഇബ്രാഹിം നബി നോക്കിയത് അറബി അറിയുന്ന ആളല്ല, ഫോറിൻ ലെക്ചേഴ്സ് ഉണ്ടോ എന്നായിരുന്നില്ല, അവിടെ ഫ്ലുവന്റ് അറബി ഉണ്ടോ എന്നായിരുന്നില്ല, കമ്മ്യൂണിക്കേഷൻ അറബിക് ഉണ്ടോ എന്നായിരുന്നില്ല, അതൊന്നുമല്ല. ഇബ്രാഹിം നബി പറഞ്ഞത്, റബ്ബേ, ഭക്ഷണം കഴിക്കാൻ ഏതായാലുമില്ല, റബ്ബനാ ലിയുഖീമസ് സ്വലാ, നിസ്കരിക്കാൻ എന്റെ പൊന്നുമോന്, എന്റെ ഭാര്യയ്ക്ക് ഇവിടെ സാധ്യമാകുമല്ലോ. അതാണ് ഇബ്രാഹിം നബി സ്വീകരിച്ച മാനദണ്ഡം. ഉമ്മമാര് കേൾക്ക്, ഉപ്പമാര് കേൾക്ക്. +2 പഠിക്കുന്ന കുട്ടിയിലെ 15, 16 അല്ലെങ്കിൽ 16, 17 വർഷങ്ങളിൽ പഠിച്ച, അല്ലെങ്കിൽ 17 ഇപ്പൊ +2, +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന, പരീക്ഷ എഴുതി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടിയുടെ വാപ്പയല്ലോ നിങ്ങള്, ഉമ്മയല്ലോ നിങ്ങള്. ആലോചിച്ചിട്ടുണ്ടോ കുട്ടിയെ ചേർക്കുന്ന സമയത്ത് ആ കലാലയത്തിൽ ഒരു പ്രയർ ഹാളെങ്കിലും ഉണ്ടോ എന്ന്? ആലോചിച്ചിരുന്നോ നിങ്ങള്? ആലോചിച്ചിരുന്നോ നിങ്ങള്? ഇല്ലെങ്കിൽ ഇവിടെ ഇരുന്നൊന്ന് ആലോചിക്ക്. എന്റെ പൊന്നുമോള് പഠിക്കുന്ന കലാലയത്തിൽ പ്രയർ ഹാൾ ഉണ്ടായിരുന്നോ? ചേർക്കാൻ പോയിരുന്നല്ല. ഡൊണേഷൻ കേസ് നിറയെ, പേഴ്സ് നിറയെ കൊണ്ടുപോയിരുന്നല്ല. ഓട്ടോക്കാരെ വിളിച്ചിരുന്നല്ല. എല്ലാം അന്വേഷിച്ചിരുന്നല്ല. ആരൊക്കെ ഉണ്ട്, പ്രിൻസിപ്പാൾ ആരാണെന്ന് എല്ലാം അന്വേഷിച്ചിരുന്നല്ലോ. പോരുന്ന വഴിക്ക് അതിന്റെ ഇൻഫ്രാസ്ട്രക്ചറിന്റെ മനോഹാരിതയും അവിടുത്തെ ഗേറ്റിന്റെ ഉഷാറൊക്കെ പറഞ്ഞ് തിരിച്ചു പോന്നില്ലായിരുന്നോ? ആലോചിച്ചോ, അന്വേഷിച്ചോ? നിനക്ക് മോൾക്കവിടെ, മകനവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ടോ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്വേഷിച്ച ഒരേ ഒരു അന്വേഷണം, റബ്ബനാ ലിയുഖീമസ് സ്വലാത്ത്, നിസ്കരിക്കാൻ എന്റെ പൊന്നുമോന് പറ്റുമല്ല റബ്ബേ, ഒന്നുമില്ലെങ്കിലും. അല്ലെങ്കിലും അതല്ലേ മുഅ്മിൻ ആലോചിക്കേണ്ടത്. നഹ്നു നർസുഖുക്, ഞാൻ ആ ഭക്ഷണം തരുന്നത്. എന്തിനാ നീ ബേജാറാവുന്നത്? എന്തിനാ നീ ബേജാറാകുന്നത്? എന്നിൽ ഏൽപ്പിക്ക്, ഞാൻ ഭക്ഷണം തരാമെന്ന് അള്ളാഹു ഏറ്റതല്ലേ. അള്ളാഹു ഏറ്റ കാര്യമല്ല ഭക്ഷണം കൊടുക്കുക എന്നത്. അള്ളാഹു ഏറ്റെടുത്ത കാര്യത്തിന് വേണ്ടി നിങ്ങൾ പെടാ, ഓട് തന്നെ.
ചോര നീരാക്കി പണിയെടുക്കുക തന്നെ. അല്ലാഹു നമ്മളെ ഏൽപ്പിച്ചതൊന്നല്ലേ, വഅ്മുർ അഹ്ലക ബിസ്സലാ വഅ്മുർ അഹ്ലക, നിങ്ങൾ കുടുംബത്തോട് നിസ്കരിക്കാൻ പറയണമേ, നിങ്ങളുടെ കുടുംബത്തിനോട് കൽപ്പിക്കണമേ. അഹ്ലക ബിസ്സലാ, നിസ്കരിക്കാൻ. നിസ്കാരം നിങ്ങളുടെ കുടുംബവും നടത്തി കഴിഞ്ഞാൽ, ക്രമപ്രകാരം കൊണ്ടുപോയാൽ, നഹ്നു നർസുഖുക, ഞാൻ ഭക്ഷണം തരാമെന്ന് മിതാഖാത്ത് പിടിച്ചു. നമ്മുടെ സ്ഥാപനങ്ങളിൽ ചെറിയ ചെറിയ അപര്യാപ്തതകളും ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായി, നാട്ടുകാർ കാശെടുക്കേണ്ടി വന്നില്ലേ? ഓർക്കണേ, എല്ലാം വിദേശത്ത് കിട്ടണമെന്നല്ല പറയുന്നത്. മിതാഖാത്ത് പ്രശ്നം ഉണ്ടായല്ലോ, ഈ അടുത്ത കാലത്ത് എക്കണോമിക്കൽ ക്രൈസിസ് ഉണ്ടായല്ലോ. ആരെങ്കിലും ഈമാൻ വെച്ച് ചിന്തിച്ചോ? ആരെങ്കിലും ഈമാൻ വെച്ച് ചിന്തിച്ചോ? ഏതെങ്കിലും പത്രമാധ്യമങ്ങൾ എഡിറ്റോറിയലുകളെ കൊണ്ട് ഏതെങ്കിലും സമയം കൊല്ലുന്ന ചർച്ചകൾ മീഡിയകളിൽ വന്നപ്പോ അതുകൊണ്ട് സായുജ്യമണഞ്ഞില്ലേ? അത് മറ്റേത് സർക്കാരിലേക്ക് തള്ളിയില്ലേ? ഏതെങ്കിലും ബാങ്കിനെ കുറ്റപ്പെടുത്തിയില്ലേ? നമ്മള് ഈമാൻ കൊണ്ട് ആലോചിച്ചോ? നമ്മള് നഹ്നു നർസുഖുക, ഞാനാ നിങ്ങളെ ബിസിനസിനെ വിജയിപ്പിക്കേണ്ടത്, ഭക്ഷണ ഉപാധികളെ തരേണ്ടത്, മൈഷത്തിനെ ക്രമപ്രകാരം തരേണ്ടത് അത് ഞാനാണ്. ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇഷ്ടം പോലെ ഫ്രീ തരുന്നുണ്ട്. നിങ്ങൾ ഏൽപ്പിച്ച ഉത്തരവാദിത്തം ഒരിക്കലെങ്കിലും നടപ്പാക്കിയോ? വഅ്മുർ അഹ്ലക ബിസ്സലാ, നിസ്കരിക്കാൻ ആരാ തയ്യാറുണ്ടായിരുന്നത്? ഭാര്യമാര് തയ്യാറായോ? ഗൾഫിൽ രാവിലെ പകലില്ലാതെ കഷ്ടപ്പെട്ട് ഓടിയിട്ട് ചോര നീരാക്കിയിട്ട് ലൈഫ് മറന്നിട്ട് നാട്ടിൽ ജീവിക്കുന്ന ഭാര്യക്ക് മക്കൾക്ക് വേണ്ടി ജീവിച്ചു പോയ ഭർത്താവിന് വേണ്ടി മനമൊരുകി ഒരു യാസീൻ ഹദിയ ചെയ്യാൻ, ഒന്ന് ദുആ ചെയ്യാൻ, മകനെ കൊണ്ട് നിസ്കരിപ്പിക്കാൻ, മകളെ കൊണ്ട് ഓദിപ്പിക്കാൻ ആരാ അവസരം ഉണ്ടായത്? ആരാ അതിന് വേണ്ടി ശ്രമം നടത്തിയത്? ഓർക്കണേ, ബാപ്പ ഗൾഫിന്റെ പത്രാസിൽ മകൻ കരഞ്ഞപ്പോ ആവശ്യപ്പെട്ട് കിട്ടിയ വലിയ വലിയ ഐഫോണും ടാബുകളും ഉപയോഗിച്ച് അവൻ നൽകിയ ഭക്ഷണവും ഭുജിച്ചിട്ട് സിനിമാ ഹാളിൽ അത്രയുമുള്ള അവന്റെ വിശാലമായ വീടിന്റെ, കൊട്ടാര സമാനമായ വീടിന്റെ ബെഡ്റൂമിൽ കയറിയിട്ട് ഡ്യൂറോഫ്ലക്സ് കട്ടിലിന്റെ മുകളിലേക്ക് ചാടി മലർന്നു കിടന്നിട്ട് ഐഫോണും ഐപാഡുകളും തുറന്നിട്ട് പടച്ച റബ്ബേ, സ്കൈപ്പിലൂടെ അതുപോലെ തന്നെ മറ്റു എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി നെറ്റിലൂടെ മറ്റേതെങ്കിലും ബ്ലോഗുകളിലൂടെ ഒക്കെ കയറി ചെന്നിട്ട് അന്യ സ്ത്രീ പുരുഷന്മാരുടെ കാമലീലകൾ കണ്ട് ആവേശ കഞ്ചുകനായി കടന്നിറങ്ങുന്ന മോളും മോനുമാണ്, ചാറ്റ് ചെയ്ത് കടന്നു പോകുന്ന മോനും മോളുമാണ്. അള്ളാന്റെ ഭക്ഷണ കഴിച്ചത് അവൻ കൊടുത്ത പവറുള്ള കണ്ണുകൊണ്ടാ തിന്മ കാണുന്നത്. നിസ്കരിക്കാൻ പറഞ്ഞില്ലോ നമ്മള്, നഹ്നു നർസുഖുക, ഭക്ഷണം ഞാൻ തരാം. ചെയ്യേണ്ട ഉത്തരവാദിത്തം രക്ഷിതാവേ, മനുഷ്യരെ, ഉപ്പമാരെ, നമ്മുടെ കുടുംബത്തിനോട് നിസ്കരിക്കാൻ പറയാ എന്നുള്ളതാണ്. കുടുംബം എന്നാൽ ആരാണ്? ഭാര്യ. കുടുംബം എന്നാൽ മക്കളല്ലേ? കുടുംബം എന്നാൽ നമ്മൾ ആശ്രയിച്ച് ജീവിക്കുന്നവരല്ലേ കുടുംബം എന്ന് പറയാ. അവരോട് നിസ്കരിക്കാൻ നമുക്ക് പറയാൻ പറ്റിയില്ല. നഹ്നു നർസുഖുക, ഞാൻ ഭക്ഷണം തരാം. ഇബ്രാഹിം നബിക്ക് ആ ഒരു ധൈര്യമുണ്ട്. എന്റെ മകൻ എവിടെ ജീവിച്ചാലും വെള്ളമില്ലാത്ത, കൃഷിയോഗ്യമല്ലാത്ത ഭൂമികയിൽ അവനെ കൊണ്ടുപോയി ഹോസ്റ്റലിലാക്കിയാലും മോന് ഭക്ഷണം കൊടുക്കുന്ന ഉത്തരവാദിത്തം അതാരുടാണ്? അള്ളാഹുവിന്റേതാണ്. നിസ്കാരം ശ്രദ്ധിക്കണമെന്നാ എന്നെ ഏൽപ്പിച്ചത്. ഇതാ നിസ്കരിക്കുന്ന പരിശുദ്ധ ഗേഹം, പരിശുദ്ധ കഅബ. കഅബയുടെ ചാരത്തിരിക്കുമ്പോൾ അവൻ സ്വാഭാവികമായും നിസ്കരിക്കുമല്ലോ. ഈ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടായാൽ ഇന്നത്തെ രാത്രിയിലെ ഈ ഒരു സദസ്സ് നമ്മൾക്ക് എത്ര സുഹൃത്തമുള്ളതായി. ഉമ്മ കേൾക്ക്, ഒരു ദിവസത്തെ ഒരു വക്ത് നിസ്കാരം ഒരാൾക്ക് മിസ്സായാൽ, ഖളായാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഉഖബ സമയം അവനെ നരകത്തിലിടുമെന്നാണ്. ഒരു ഉഖബ എന്നാൽ 80 കൊല്ലം. അതും ആഖിറത്തിലെ ഭൂമിയിലെ ദിവസവുമായി കമ്പയർ ചെയ്യുമ്പോൾ 70 ലക്ഷത്തിലധികം ദിവസം നരകത്ത് കിടക്കേണ്ടി വരും. ഒരു വക്ത് ഖളായ. എന്തുകൊണ്ടാണ്? വഹി ഇവിടേക്ക് തന്നതല്ല, അവിടെ പോയി വാങ്ങി വന്നതാണ്. വഹിന്റെ ഒറിജിനിൽ പോയി വാങ്ങിയതാണ് നിസ്കാരം. അതിനത്ര ഗൗരവമുണ്ട്. ആലോചിക്കുക നമ്മളൊക്കെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക. നിസ്കാരങ്ങളെ നിങ്ങളുടേതും നിങ്ങളുടെ കുടുംബത്തിന്റെയും ഓർക്കേണ്ടതും ഓർമ്മപ്പെടുത്തേണ്ടതും നിങ്ങൾ നിർവഹിക്കാൻ ആവശ്യപ്പെടേണ്ടതും ഒക്കെ നമ്മുടെ ഉത്തരവാദിത്തത്തിൽപ്പെട്ടതാണ്. ഉറക്കം വരട്ടെ. ഗൾഫിൽ നിന്ന് പ്രഭാതത്തിലെത്തിയ ഭർത്താവിന്റെ സുബ്ഹ് നിസ്കാരം അവൻ ഉറങ്ങട്ടെ എന്ന് വിചാരിക്കുക പോലും അരുത്. അത് അല്ലാഹുമായിട്ടുള്ള ഏർപ്പാടിൽപ്പെട്ടത്, അവിടുത്തെ കരാറിൽപ്പെട്ടതാണ്. ആ കരാറ് പാലിക്കാതിരിക്കാൻ പറ്റില്ല ഒരാൾക്കും.
ആ കരാറിനെ ഒഴിവാക്കാൻ പറ്റില്ല ഒരാൾക്കും. ആ കരാറ് നിലനിർത്താതിരിക്കാനാവില്ല ഒരാൾക്കും. ആ കരാറ് നിലനിർത്തിയേ മതിയാവൂ. ആ കരാറ് നിലനിർത്തിയേ മതിയാകൂ. ആ കരാറിനെ പുറത്തേക്ക് പോയാൽ അപകടങ്ങളെ ക്ഷണിച്ചു വരുത്തലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, അവിടുത്തെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, യൗമ നസൂഖുൽ മുജ്രിമീന ഇലാ ജഹന്നമ വിർദാ. ഒറ്റക്കായിട്ടാണ് തിന്മയുടെ ആളുകൾ നരകത്തിലേക്ക് പോകുന്നത്. എന്നാൽ നന്മയുടെ ആളുകൾ സ്വർഗത്തിലേക്ക് പോകുന്നത് വഫ്ദൻ, കൂട്ടം കൂട്ടമായിട്ടാണ്. എന്നാൽ കൂട്ടം കൂട്ടമായിട്ട് നന്മയുടെ ആളുകൾ പോകും, തിന്മയുടെ ആളുകൾ ഒറ്റക്കാ പോകുന്നത്. ആ പോക്ക് തന്നെ അള്ളാന്റെ പരീക്ഷണമാണ്, ഒരു ശിക്ഷയാണ്. കൂട്ടം കൂടി തിന്മയുടെ ആളുകൾ പോയാൽ എങ്ങനെ ഉണ്ടാവുക? ക്ലാസ്സിൽ ഒരു കുട്ടി എന്തെങ്കിലും കാര്യത്തിൽ പിടിച്ചാൽ അവൻ പറയും അവനുണ്ടായിരുന്നു എന്ന് പറയും. അവനെ രക്ഷപ്പെടുത്താമായിരുന്നു. പക്ഷേ ചീത്തയും അടിയൊക്കെ ഷെയർ ചെയ്യാൻ ഒരാളുണ്ടായാൽ അതൊരു സുഖമാണ്. അതുപോലെയാണ് ഒരാൾ രണ്ടാൾ കൂടുമ്പോ അതിന്റെ ഒരു ബലാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുജ്രിമീങ്ങൾക്ക് നൽകിയില്ല. മുജ്രിമീങ്ങളെ ഒറ്റക്കൊറ്റക്ക് ഇലാ ജഹന്നമ വിർദാ, ഒറ്റക്കാണ് അല്ലാഹു തആല കൊണ്ടുപോകുന്നത്. എന്നാൽ അവിടെ രക്ഷപ്പെടുന്ന ആളുകൾ ഇലർ റഹ്മാനി അഹ്ദാ, അല്ലാഹുമായിട്ട് കരാറ് പാലിച്ചവരാണ്. അല്ലാഹുമായിട്ട് കരാറ് പാലിക്കുക എന്ന് പറഞ്ഞാൽ ഏതാണ് ഈ കരാർ? അൽഅഹ്ദുല്ലദീ ബൈനനാ വ ബൈനന്നാസ്, ജനങ്ങളുടെയും എന്റെയും ബൈനനാ വ ബൈനല്ലാഹ്, അല്ലാഹുവിന്റെയും എന്റെയും ഇടയിലുള്ള, എന്റെ സമുദായത്തിന്റെയും ഇടയിലുള്ള കരാർ എന്ന് പറയുന്നത് അത് അസ്സലാത്ത്, അത് നിസ്കാരമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ കരാറ് പാലിച്ചവർക്ക് മാത്രമേ നാളെ രക്ഷപ്പെടാൻ സാധ്യമാകുള്ളൂ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒന്ന് സലാത്ത് ഉറക്കെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് എണീറ്റിരുന്നോളൂ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്ന് സലാത്ത്. സ്വല്ലല്ലാഹു നാളെ നരകനിവാസികൾ സ്വർഗനിവാസികളുമായിട്ട് അവിടെ നിന്ന് ഒരു ചർച്ച നടക്കുന്നുണ്ട്. സൂറത്ത് മുദ്ദസ്സിർ സൂറത്തിൽ പറയുന്ന സ്വർഗനിവാസികൾ നരകക്കാരോട് സംവദിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്. ആ സ്വർഗനിവാസികൾ ചോദിച്ചു, മാ സലഖകും ഫീ സഖർ, 7 നരകമുള്ള ഒരു നരകത്തിന്റെ പേര് സഖർ എന്നാണ്. എന്തേ നിങ്ങൾ ഇവിടെ വരാൻ കാരണമായത്? സഖർ എന്ന നരകത്തിൽ മാവൂരിൽ എന്റെ പ്രിയപ്പെട്ട ആളുണ്ടല്ലോ, എന്തേ മോനെ നീ ഇവിടെ വന്നത്? അപ്പോൾ അല്ലാഹു അവർക്ക് കൊടുക്കുന്ന സംസാര ഇന്ററാക്ഷന്റെ അവസരത്തിൽ സഖറിന്റെ അഹ്ലുകാര് പറയുന്നുണ്ട്, ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നിസ്കരിക്കുന്നവരായിരുന്നില്ല, നിസ്കാരം ഞങ്ങളുടെ ഭാഗത്തൂടെ ഉണ്ടായിരുന്നില്ല. ഇതാണ് ഞങ്ങൾ സഖർ എന്ന നരകത്തിൽ വരാൻ കാരണമായത് എന്ന് നാളെ സഖർ നിവാസികൾ സ്വർഗത്തിന്റെ അഹ്ലുകാരെ ചോദ്യത്തിന് മറുപടിയായി അവിടുന്ന് നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുദ്ദസ്സിർ പല പള്ളികൾക്ക് മുമ്പിലും കാണുന്നുണ്ട്. പല പള്ളികൾക്ക് മുമ്പിലും നിസ്കാരത്തിന്റെ മഹാത്മ്യവും ഒഴിവാക്കിയാൽ ഉണ്ടാകുന്ന ശിക്ഷയും മനോഹരമായി അവിടുന്ന് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ കവാടങ്ങളിൽ, അവിടുത്തെ ഭിത്തികളിലൊക്കെ. ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാകുമെന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് വിശദീകരിച്ചോട്ടെ. ഇത് പരിശുദ്ധ റജബിന്റെ രാത്രിയിൽ, അവിടുത്തെ മിഅ്റാജിന്റെ രാത്രിയല്ലോ. എത്ര വലിയ തിന്മയാണ് നമ്മൾ ചെയ്തു പോകുന്നത്. നിസ്കാരങ്ങളെ നെവർ മൈൻഡ് ചെയ്യുക എന്നത്, നിസ്കാരങ്ങൾ ഒഴിവാക്കുക എന്നത് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമാണ്. 12ഓളം തെറ്റുകൾ, 12ഓളം ശിക്ഷകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല 4 ഘട്ടങ്ങളിലായിട്ട് നിസ്കാരങ്ങൾ ഒഴിവാക്കിയവർ, അതിനെ നിസ്സാരവൽക്കരിച്ചവർ, അതിനെ കൺസിഡർ ചെയ്യാത്തവർക്ക് അല്ലാഹു കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉല്ലാഹുൽ ബറകത മിൻ കസ്ബി, അല്ലാഹു അവന്റെ അധ്വാനത്തിൽ ബർക്കത്ത് എടുത്തു കളയും. വരിസ്ഖി, അവന്റെ ഭക്ഷണത്തിലും അല്ലാഹു ബർക്കത്ത് എടുത്തു കളയും. നേരത്തെ നമ്മൾ പറഞ്ഞില്ല അതേ വിഷയം.
മൈഷത്തിൽ ജോലിയിലൊന്നും ബർക്കത്തുണ്ടാവില്ല, ശമ്പളം പകുതിച്ച് കട്ട് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയും. അത് അവനവൻ ചെയ്തോണ്ടായിരിക്കില്ല, നമ്മുടെ നാട്ടിൽ ആരോ ചെയ്തതിന്റെ അദാബ് മൊത്തത്തിൽ ഇറങ്ങുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയായിരിക്കാം നമ്മുടെ നാടുകളിൽ. അതിന് നമുക്കറിയാലോ ആരാ പള്ളിയിൽ ആരാ നിസ്കാരങ്ങളിൽ ഗൗരവം കാണിക്കാറുള്ളത്. എല്ലാം മറക്ക് ഇടക്കാലത്ത് പലരും നമ്മളോട് ചോദിച്ചതാണ്, എന്താണ് ഉസ്താദെ ഒരു സലാഹുദ്ദീൻ അയ്യൂബി വരാത്തത്, എന്താണ് ഇവിടെ ഒരു ഉമർ മുഖ്താർ വരാത്തത്? പലരും ചോദിക്കുന്ന ചോദ്യമാണ്. എന്താണ് ഇവിടെ വലിയ വലിയ ചാട്ടുളി പോലെ നന്മക്ക് വേണ്ടി ഓടി നടന്ന മഹാന്മാരൊന്നും ഈ അടുത്ത 3 നൂറ്റാണ്ടുകളിലോ ഈ അടുത്ത നൂറ്റാണ്ടുകളിലൊന്നും കടന്നു വരാത്തത്? വളരെ നല്ല ചോദ്യമാണ്. എന്താ സലാഹുദ്ദീൻ അയ്യൂബി, എന്താണ് ഉമർ മുഖ്താർ, എന്താണ് അമീർ അൽ മുഅ്മിനീൻമാർ, എന്താണ് സഹാബി വര്യന്മാരെ പോലുള്ളവർ? ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. എങ്ങനെയാണ് അവരൊക്കെ ഉണ്ടാവുക നമ്മുടെ നാടുകളിൽ? ആരെയും കുറ്റപ്പെടുത്തുകയല്ല, ഞാൻ എന്നെ തന്നെ, എന്റെ സമുദായത്തെ കുറിച്ച് തന്നെ, അതിലൊരു മെമ്പറായ എന്നെ തന്നെ പറയാണ്. ഞാൻ തന്നെ എന്നെ പല്ലിൽ കുത്തിയിട്ട് വാസനിക്കുന്ന പോലെ. ആരെയാ കുറ്റപ്പെടുത്തുക? ഇത്തിരി പോകുന്ന നീഡിന്റെ ഹോളിലൂടെ ഒരു ഒട്ടകം കടന്നാലും ചിലപ്പോ ഒക്കെ തോന്നിപ്പോകും ഇത് നടക്കാൻ പോകുന്നില്ല എന്ന്. ബക്കറ്റ് പിരി വരുന്നുണ്ട്, നല്ലൊരു സംഖ്യ നൽകിയിട്ട് സഹായിക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. നാളെ തങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇൻഷാ അല്ലാഹ് അല്ലാഹു ആരോഗ്യവും അതിനുള്ള വഴികളും അല്ലാഹു സയ്യിദ് അവറുകൾക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. അവരുടെ എത്തുമ്പോൾ അവരോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യാൻ ഒരു ചെറിയ ഗിഫ്റ്റ് അല്ലാഹുവിലേക്ക് അവന്റെ മതസ്ഥാപനങ്ങളെ സഹായിച്ചുകൊണ്ട് നമുക്ക് ദുആ കൊണ്ട് വസിയത്ത് ചെയ്യണം. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രാർത്ഥന സ്വീകരിക്കാനുള്ള ഒരു വലിയ മാർഗം കൂടെയാണ്. അതിന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ശ്രദ്ധിക്കുക. നാളത്തെ ഖബറിലെ അദാബിൽ രക്ഷ നേടാൻ ഈ സദസ്സിൽ ഖബറിന് വേണ്ടി ഒരു കവറ് ഇന്ന് വിതരണം നടക്കുന്നുണ്ട്. ഓരോരുത്തരും വാങ്ങിക്കൊണ്ടുപോയി വ്യക്തിപരമായി അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്നുള്ളവരുടെ കളക്ട് ചെയ്ത് നല്ല ഒരു സംഖ്യയിൽ നിക്ഷേപിക്കുകയും അതുപോലെ നിങ്ങളുടെ ഉപദേശങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം ആ കവറിൽ എഴുതി നിങ്ങൾ സംഘാടക വശം ഏൽപ്പിക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് സംഘാടകർക്ക് വേണ്ടി ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു സഹോദരി വിഷമങ്ങൾ നീങ്ങാനും ആഗ്രഹ സഫലീകരണത്തിനും വേണ്ടി ഒരു മോതിരം ഈ സദസ്സിലേക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. പടച്ചോൻ സ്വീകരിക്കുമാറാവട്ടെ. സഹോദരിമാർ ശരീരത്തിന്റെ ജവാരിഹുകളുടെ അതേ പരിഗണന കൊടുത്ത് കൊണ്ടു നടക്കുന്നതാണ് ആഭരണങ്ങൾ എന്നുള്ളത്. അത് എടുത്തിട്ട് അള്ളാഹ്ക്ക് വേണ്ടി സദഖ ചെയ്തവരാ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സദഖ കബൂൽ ചെയ്ത് സ്വർഗം അള്ളാഹു അവർക്ക് പ്രതിഫലമായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. നിസ്കാരം എങ്ങനെയാണ് കുട്ടികൾ നന്നാവുന്നത്, എങ്ങനെയാ നന്നാവാതായി പോകുന്നത്? വഹൽ യുർജാ ലിയത്ഫാലിൻ സലാഹു ഇദർതളൗ സുദിയൻ നാഖിസാതി. ദമ്പതിമാർ ആണും പെണ്ണും പിഴക്കാൻ തുടങ്ങിയാൽ അതിൽ വരുന്ന കുട്ടികൾ എങ്ങനെ നന്നാകും? ഏറ്റവും വലിയ ഉദാഹരണം അള്ളാന്റെ ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിശുദ്ധ ശരീഅത്ത് സുന്നത്തും മുഅക്കദയായി കൊണ്ടുവന്ന ഹുക്മ പറഞ്ഞിട്ടുള്ള നിയ്യത്ത് വെക്കാൻ പറഞ്ഞിട്ടുള്ള മനോഹരമായ സദസ്സല്ലയോ നിക്കാഹ് എന്ന് പറയുന്നത്. ആ നിക്കാഹിന്റെ സദസ്സ് നടക്കുന്ന ദിവസത്തെ ളുഹർ നിസ്കാരം അവിടുത്തെ പുതുനാരി നിസ്കരിക്കാറുണ്ടോ? നിസ്കരിക്കാറുണ്ടോ എന്നാലോചിക്ക്. ചിലയിടങ്ങളിലെങ്കിലും ചെറുപ്പക്കാരും നിസ്കരിക്കാറില്ല. ഇപ്പോ നേരത്തെ ചെറുപ്പക്കാര് നിക്കാഹിന്റെ കല്യാണ ദിവസത്തെ ളുഹർ നിസ്കരിച്ചിരുന്നു, അത് ഉറപ്പിക്കായിരുന്നു നിസ്കരിച്ചിട്ടുണ്ട്. ഇന്ന് അത് നിസ്കരിക്കാത്ത കാലാണ്. എന്റെ അറിവിൽ ഒരു കല്യാണത്തിന് പോയപ്പോ വളരെ വിഷമത്തോടെ പറയട്ടെ, ഒരു കല്യാണത്തിന് അവിടുത്തെ ചെറുപ്പക്കാർ ഇറങ്ങിയ ശേഷമാണ് ഈ ഒരു സമയത്ത് ഈ ഒരു വേഷത്തിൽ അല്ലെങ്കിൽ എന്തോ തിരക്ക് കാരണം അവിടെ നേരത്തെ ചെന്നാൽ അവന്റെ കൂടെ പോവേണ്ടി വരുമെന്നത് കൊണ്ട് ലേറ്റായി ചെന്നു. അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വാഹനം പോകുന്നത് കണ്ടപ്പോഴാണ് അവിടേക്ക് കയറിയത്. അവിടെ നിന്ന് കിട്ടിയ മധുരപാനീയം കുടിച്ചവിടെ ഇരിക്കുമ്പോഴുണ്ട് ഒരു കാരണവർ നേരെ വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ ഇപ്പൊ ഇവിടെയുള്ള
നിങ്ങൾ എല്ലാരും കൂടെ ഒന്ന് ജിപ്പ് കയറണം, പോവണമെന്ന് അങ്ങോട്ട്. 70-80 പേരെ കൊണ്ടു ചെല്ലാമെന്ന് വാഗ്ദത്തം ഏറ്റെടുത്തതാണ്. പക്ഷെ അവിടെ 50-ൽ കുറവാളെ എത്തിയുള്ളൂ. 50 ആളെ അവിടെ എത്തിയിട്ടുള്ളൂ. മോശമാണ്. ഇപ്പൊ നമ്മുടെ മോശം അതൊക്കെയാണ്. 50 ആളെ കൊടുക്കാന്ന് പറഞ്ഞാൽ 40 ആളായി പോയി. ഭയങ്കര കുറച്ചിലാണ്. ഏതാവട്ടെ അവരെ കയറ്റിവിട്ടു. ആഗ്രഹമില്ലായ്മ എന്തെന്ന് പറയാനറിയില്ല. എങ്ങനെയായാലും അവിടെ എത്തി നോക്കുമ്പോ നേരത്തെ ഞങ്ങൾക്ക് മുമ്പ് പുറപ്പെട്ട സംഘം അവിടെ എത്തിയിട്ടുണ്ട്. കല്യാണ വീട്ടിൽ 90-ലധികം ആള്. പിരിഞ്ഞു പോരാനും പറ്റുന്നില്ല. കേറി നോക്കുമ്പോ 80 പേർക്ക് അറേഞ്ച് ചെയ്ത കല്യാണ കലവറയിൽ 10-20 ആള് പുറത്തു നിൽക്കേണ്ടി വന്നു. സങ്കടായി. എന്തിനിപ്പോ ഞങ്ങളൊക്കെ പറഞ്ഞയച്ചിരുന്നത്? തിരിച്ചു പോരുമ്പോ ചർച്ചയായി. എന്താ പറ്റിയത്? ആരെ വിളിച്ചത് ഇങ്ങോട്ട്? ഓരോരുത്തരും പറഞ്ഞു ഞാൻ പേടിച്ചു പോയി വിളിച്ചതാണ്, ഞാൻ വിളിക്കാൻ പറഞ്ഞതാണ്. പിന്നെങ്ങനെ 90 ആയത്? ആലോചിച്ചു കണ്ടുപിടിച്ചത് ഇങ്ങനെയാണത്രേ. നിങ്ങൾ എവിടെന്നാ ആളെണ്ണിയത് എന്ന് ചോദിച്ചപ്പോ നിസ്കരിക്കാൻ ഇറങ്ങിയ പള്ളിയിൽ നിന്ന് സഫിലാളെണ്ണിയപ്പോ 40 ആള് കുറവ്, അല്ലേ 30 ആള് കുറവ്. അപ്പൊ ബേജാറായി വിളിച്ചുവിട്ടതാണ്. കല്യാണത്തിന് ഈ അടുത്ത കാലത്ത് തുടങ്ങിയ പ്രവണതയാണ്. പോകുന്ന വണ്ടിയിൽ അവിടെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അവര് നേരത്തെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാവും ഏകദേശം ശരിയാ. അവിടുത്തെ ഹാജിയാർ, അവിടുത്തെ കാരണവന്മാർ പറഞ്ഞ പള്ളിന്റെ പരിസരത്ത് ഒരു വണ്ടി ഉണ്ടാവൂല, ഉണ്ടെങ്കിൽ അതിൽ ഏസിട്ട് അവിടെ ഇരിക്കുക. ചെറുപ്പക്കാരാലോചിക്ക. ആ ദിവസം മനോഹരമായി വഖദ് അഖറജ നിസ്ഫൈ ദീനിഹി എന്ന് പറഞ്ഞ ആ ഒരു ദിവസം, ഫഖദ് അഖറജ നിസ്ഫൈ ദീനിഹി എന്ന് പറഞ്ഞ ആ ദിവസം നമ്മൾ നിസ്കരിക്കാതെ പോയാൽ, സുന്നത്തും മുഅക്കദായ ഒരു വിഷയത്തിന് വേണ്ടി ഫർള് ഒഴിവാക്കി പോയാൽ, ഇനാഗ്രേഷൻ സമയത്ത് തന്നെ വേണ്ട രീതിയിൽ നിയമങ്ങളെ പാലിക്കാതിരുന്നാൽ അതിൽ വരുന്ന കുട്ടി എങ്ങനെയാ സലാഹുദ്ദീൻ അയ്യൂബിയാവുക? എങ്ങനെയാ റാബിത്തത്തുൽ അദബിയാവുക? എങ്ങനെയാ മാഷിദ ബിൻത് ഫിർഔനാവുക? സാധ്യമല്ലാത്തത്. വഹൽ യുർജാ ലിഅത്ഫാലിൻ സലാഹു ഇദർതലഹു സുദിയൻ ഖിസാതി. ഈ അടുത്തൊരു നാടിനെ പറഞ്ഞ് ആവുന്നില്ല. അടുത്തൊരു നാട്ടിൽ കല്യാണത്തിന് ചെന്നപ്പോ പകലിൽ ഞായറാഴ്ച ചെല്ലാനുള്ള പ്രയാസം കൊണ്ട് പിറ്റേന്ന് വൈകുന്നേരങ്ങളിൽ ചെന്നപ്പോ മഗ്‌രിബ് കഴിഞ്ഞ് നിസ്കരിച്ചൊന്ന് അവിടെ കടന്നു പോരാമെന്ന് വിചാരിച്ചപ്പോ അവിടെ എത്തിയപ്പോ ഗേറ്റിൽ വന്ന് സ്വീകരിക്കുന്നുണ്ട് അവിടുത്തെ പുതുമണവാട്ടി. മുഖത്തെന്തോ തേച്ചു വെച്ച പോലെ, മുഖത്തെന്തോ ചില ക്രീമുകളൊക്കെ പുരട്ടിയ പോലെ. അന്വേഷിച്ചു. തിരിച്ചു പോരുന്ന സമയത്ത് പരിചയമുള്ളവരോട്, വീട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് കല്യാണത്തിന്റെ തലേന്ന് അവിടുന്ന് അസറിന്റെ സമയത്ത് ബ്യൂട്ടി പാർലറിൽ നിന്ന് ആള് വന്നതാണ്. തലേന്ന് ഇറങ്ങുന്നില്ല. എന്താന്നുള്ള ഉസ്താദിന് അറിയാം. സ്റ്റെക്ക് എങ്ങനെ വരുന്നതുകൊണ്ടാണ്. തല ഫ്രീ ആക്കി വിട്ടില്ലെങ്കിൽ നേരത്തേക്ക് ഉസ്താദുമാർ പറഞ്ഞ കേൾക്കായിരുന്നു, നമ്മൾ ഫ്രീ ആയി നിന്നാലേ കിട്ടുന്നു. വേട് വരണ്ടേ? അല്ലാഹു തആല ഖൈർ തരട്ടെ. വഹൽ യുർജാ ലിഅത്ഫാലിൻ സലാഹു ഇദർതലഹു സുദിയൻ നാഖിസാതി. ചോദിച്ചപ്പോൾ തലേന്ന് അസറിന്റെ സമയത്ത് തന്നെ ബ്യൂട്ടീഷ്യൻ വന്ന് തേച്ച് പിടിപ്പിച്ചതാണ്. നാളകളുടെ മുഞ്ചിന് വേണ്ടിയിട്ട്. ഓർക്കണേ, തലേന്നത്തെ അസറില്ലാത്തവർ എങ്ങനെയാ വുളു എടുക്കുക? തലേന്നത്തെ മഗ്‌രിബില്ലാത്തവർ, തലേന്നത്തെ ഇശാ ഇല്ലാത്തവർ, കല്യാണ ദിവസത്തെ സുബ്ഹില്ലാത്തവർ, പിന്നെ പോവട്ടെ സാധാ നടക്കുന്ന പോലെ അന്നത്തെ ദിവസത്തെ ളുഹറില്ല, അസറില്ല, മഗ്‌രിബില്ല, ഇശാ ഇല്ല. അമ്മായിമ്മ പറയും, എങ്ങനെയപ്പോ ഇന്ന് അവളോട് പറയാ? എത്ര ദിവസത്തെ നിസ്കാരാ പോണത്? പിന്നെങ്ങനെയാണ് ആ കുടുംബത്തിൽ ഉണ്ടാവുന്നത്? സലാഹുദ്ദീൻ അയ്യൂബി എന്ന മറുപടി പറഞ്ഞില്ലേ, വഹൽ യുർജാ ലിഅത്ഫാലിൻ സലാഹു ഇദർതലഹു സുദിയൻ നാഖിസാതി. അതുകൊണ്ട് എന്റെ ഉപ്പമാര് തന്റെ കുട്ടികളെ കലാലയത്തിൽ ചേർക്കുമ്പോ ആൺകുട്ടിയെങ്കിൽ നിസ്കരിക്കാനുള്ള പള്ളി അടുത്തുണ്ടോ? ചുരുങ്ങിയത് ജമാഅത്തിന് പോവാനുള്ള സാധ്യത അവനുണ്ടോ? സാധ്യതയെങ്കിലും ഒരുക്കി കൊടുക്കുക. നിസ്കരിക്കുമല്ലേ എന്നല്ല നമ്മള് വേറെ വിഷയം. വലുതായി കഴിഞ്ഞാൽ നമ്മൾ സാധ്യതയെങ്കിലും ഒരുക്കി കൊടുക്കുക ളുഹ്ർ നിസ്കരിക്കാനുള്ള.
റബ്ബിനോട് ഒരു എക്സ്ക്യൂസ് പറയാല്ലോ, റബ്ബേ എന്റെ കയ്യിൽ നിന്ന് പോയതാണ്, രാവിലെ 8 or 9 ട്യൂഷൻ ഉണ്ടെങ്കിൽ അതിലും നേരത്തെ ഇറങ്ങിയതാണ്, അസർ ബാങ്ക് കൊടുത്തിട്ടാ എന്റെ അടുത്തെത്തിയത്, അതിന്റെ ഇടയ്ക്കുള്ള ളുഹറിൽ ഞാൻ എന്താ ചെയ്യുക എന്നെങ്കിലും പറയാ, ഒരു ചെറിയ എക്സ്ക്യൂസ് എങ്കിലും റബ്ബിന് അവസരം ഒരുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അവസരവും ഇല്ലെങ്കിൽ പൊന്നുമോള് പറയില്ലേ, അരിനല്ലതീ അളല്ലാന, പടച്ച റബ്ബേ എന്നെ വഴിവിയപ്പിച്ച വാപ്പാന് 10ൽ പാസ്സായ സമയത്ത് ഇന്ന കലാലയത്തില് ഞാൻ പോകുമെന്ന് പറയാനുള്ള ധൈര്യമോ ഗഡ്സോ എനിക്കില്ലായിരുന്ന കാലത്ത് എന്നെ കൊണ്ടുപോയി ഏൽപ്പിച്ച കലാലയത്തിൽ നിസ്കരിക്കാൻ അവസരമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ളുഹറിനെ 2 കൊല്ലത്തെ 420 ദിവസത്തെ വർക്കിംഗ് ഡേയിൽ ളുഹർ നഷ്ടപ്പെടുത്തിയത്. ഒരു ദിവസത്തിന് റബ്ബേ, ഒരു വക്തിന് റബ്ബേ 80 വർഷമാണല്ലോ, 240 ദിവസം +2 കഴിഞ്ഞപ്പോൾ എന്റെ നഷ്ടപ്പെട്ടതിൽ അത്രയും ദിവസത്തെ നരകത്തിന്റെ വാസത്തിന്റെ പ്രതി ഞാനല്ല, അതെന്റെ ഉപ്പയാ, എന്നെ വഴിപിയപ്പിച്ചത് ഉമ്മയാണ്. കൊണ്ടുവരണേ, ഞാനൊന്ന് എന്റെ കാൽപാദത്തിന് മശ്ശറയുടെ ചൂടേറ്റ് പതച്ച് കിടക്കുന്ന ചെമ്പിന്റെ ഫ്ലോറിന്റെ മുകളിൽ നിൽക്കുന്ന എന്റെ കട്ടിയില്ലാത്ത കാലിന്റെ തോല് പൊരുകുന്നുണ്ട് റബ്ബേ, ഞാനൊന്ന് ക്ഷമിപ്പിച്ചോട്ടെ. എന്റെ ഉമ്മാനെ കൊണ്ട് നിർത്തിയാൽ, എന്റെ ഉപ്പാനെ കൊണ്ടുവന്ന് മുന്നിൽ കിടത്തി തന്നാല് അവരെ നെഞ്ചിന്റെ കൂട് തകർത്തോട്ടെ, ഞാനൊന്ന് ചവിട്ടി മതിച്ചോട്ടെ എന്ന് പറയുന്ന മക്കള് കടന്നു വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആന്റെ ആയത്ത് വിശദീകരിച്ച് മനസ്സിലാക്കി തന്നില്ലേ നമുക്ക്? ആലോചിക്ക്, ഇനിയെങ്കിലും ചേർത്താൻ പോകുമ്പോ നിസ്കരിക്കാൻ അവസരമെങ്കിലും ഉണ്ടാക്ക്, നിസ്കരിക്കാൻ അവസരമെങ്കിലുള്ള കലാലയത്തിൽ ചേർത്ത്. ഇഷ്ടം പോലെ കലാലയങ്ങളുണ്ടല്ലോ, ഇഷ്ടം പോലെ കലാലയങ്ങളുണ്ടല്ലോ. അതില്ലാത്ത കലാലയത്തിൽ പഠിപ്പ് ലേശം കൂടിയാലും വേണ്ടിയില്ല. കാരണം റബ്ബനാ ലിയുഖീമസ്സലാത്ത്, മദ്രസ പോലും നിർത്തിക്കളയുന്നവർ, ജമാഅത്തിന് പോലും വിടാത്തവർ. കഴിഞ്ഞ പരീക്ഷയുടെ സീസണിൽ സ്റ്റഡി വെക്കേഷൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ കമ്മിറ്റിക്കാരൻ ലെറ്റർ തന്ന ഒരു ചെറിയ പേജിൽ എഴുതിയിട്ട് അതിലിങ്ങനെയാണ് പരീക്ഷയുടെ പേര് പറഞ്ഞിട്ട്, ഇശാ മഗ്‌രിബിന് പള്ളിയുടെ തൊട്ടടുത്തിരിക്കുന്ന അയൽവാസി കുട്ടികൾ വരെ വരാറുണ്ടായിരുന്നു, വരാതായി. ചോദിച്ചപ്പോൾ ഉമ്മയും ഉപ്പയും വിടുന്നില്ല നിസ്കാരത്തിനെന്ന്. ആരാ നിനക്ക് ബുദ്ധി തന്നത്? ആരാ നിനക്ക് മറ്റ് സൗകര്യങ്ങളെ തന്നത്? ആരാണ് മോളെ നിനക്ക് സൗഖ്യം തന്നത്? രക്ഷിതാവേ, തന്റെ പൊന്നുമോനെ ഇത്രയും കഷ്ടപ്പെടുത്തി പടച്ചവനെ മറപ്പിച്ചിട്ട് നീ പഠിപ്പിച്ച് അന്നത്തെ രാത്രിയിൽ ചെറിയൊരു പെയിൻ വന്നാല്, അന്നത്തെ രാത്രി ഒരു മൈഗ്രെയിൻ വന്നാല് അവന്റെ പരീക്ഷ ലാപ്സായി പോവില്ലേ? അല്ലാഹുവല്ലേ ഓർമ്മയെന്ന് പറയുന്നത് സംവിധാനിച്ചത്. അത് വേണ്ട വിധം വർക്കൗട്ട് ആവാതിരുന്നാല് നീ പഠിപ്പിച്ചത്, നീ നിസ്കാരം നഷ്ടപ്പെടുത്തിയത് എവിടെ ചെന്നാരോടാ സമാധാനം പറയാ? അല്ലെങ്കിലും നന്മ നിലനിർത്തുമ്പോഴാണ് മറുപക്ഷത്ത് അല്ലാഹു ബറക്കത്ത് തരുന്നത്. നിസ്കാരം ഒഴിവാക്കിയാൽ അവന്റെ റിസ്ഖിൽ അല്ലാഹു ബറക്കത്ത് കുറച്ച് കളയും. ഓരോന്നിനും റിസ്ഖില്ലേ, ഓരോന്നിനും റിസ്ഖില്ലേ. ദാരിദ്ര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുമെന്ന് നിസ്കാരം ഒഴിവാക്കിയാൽ ഓർക്കുന്നത് നല്ലതാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ കിട്ടാതിരിക്കലല്ല, ഓരോന്നിനും ദാരിദ്ര്യമുണ്ട്. ദാരിദ്ര്യം എന്നാൽ കുറവ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. ഭക്ഷണത്തിൽ കുറവ്, ആയുസിൽ കുറവ്, പൈസയിൽ കുറവ്, ബുദ്ധിയിൽ കുറയുക എന്നതാണ് ബുദ്ധിയുടെ ദാരിദ്ര്യം. നിസ്കരിക്കാത്തവരെ നിങ്ങളുടെ ബുദ്ധി കുറയുമെന്ന് റസൂലുള്ളാഹി. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഉള്ള ലെവലിൽ അതിന്റെ ഗ്രാഫ് കുറയാന്നാണ് ദാരിദ്ര്യം. ഓരോന്നിന്റെയും ദാരിദ്ര്യം വേറെയാണ്. നമ്മൾ വെറും ഭക്ഷണത്തിന്റെയും പൈസയുടെയും ദാരിദ്ര്യം മനസ്സിലായുള്ളൂ. എന്നാൽ ബുദ്ധിയുടെ ദാരിദ്ര്യം നിസ്കരിക്കാതിരുന്നാൽ ബുദ്ധി കുറയാന്നുള്ളതാണ്. 10ാം ക്ലാസ് ഒരേ സമയത്ത് SSLC-യും 10ാം ക്ലാസ്സിലെ പൊതുപരീക്ഷയും എഴുതിയ കുട്ടികൾ ഇഷ്ടം പോലെ നമുക്കറിയാമല്ലോ. 7, 8ലേക്ക് എത്തിയത് മുതൽ ട്യൂഷന് പോയ കുട്ടിയും ഇതേ കുട്ടിയും ഒരേ ടാർജറ്റ്, ഒരേ A+. എവിടെന്ന് കൊടുത്തു? അല്ലാഹു എവിടെന്ന് കൊടുത്തതാണ്. അവൻ പറഞ്ഞു, നിസ്കരിച്ചാൽ ഞാൻ നിങ്ങൾക്ക് ബർക്കത്ത് ചെയ്യാമെന്ന്. പെട്ടെന്ന് പോവട്ടെ, പ്രധാനമായ കാര്യങ്ങൾ പറഞ്ഞോട്ടെ. ഹൈവേയുടെ തീരത്തല്ലോ നമ്മൾ ഈ സദസ്സ് സംഘടിപ്പിച്ചത്. സമയബന്ധിതമായി തീർക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പറയട്ടെ. എന്റെ ചെറുപ്പക്കാരോടൊരു വാക്ക് പറഞ്ഞോട്ടെ. അള്ളാഹുവിന് വേണ്ടിയിട്ട് നിസ്കാരം അർപ്പിക്കാതിരുന്നാൽ അള്ളാഹു ദുനിയാവിൽ നിനക്ക് തരാൻ പോകുന്ന ശിക്ഷ യകൂനു മബൂദൻ ഫീ ഖുലൂബിൽ മുഅ്മിനീൻ. മുഅ്മിനീങ്ങൾക്ക് നിന്നെ ഇഷ്ടമുണ്ടാവില്ല. മുഅ്മിനായ ആളുകളുടെ ഹൃദയത്തിൽ പൊന്നുമോനെ നിന്നോടൊരു തരിമ്പ് സ്നേഹവും ഉണ്ടാവില്ല. പിന്നെ നീ 13, 14 ഫ്ലക്സ് മാവൂറങ്ങാൻ
അങ്ങാടിയിലെ കൊമ്പിൽ കെട്ടിത്തൂക്കിയിട്ട് പെണ്ണ് കിട്ടാത്തതിന്റെ പേരിൽ ഇരുട്ടടിയടിക്കുമെന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത്? സ്വന്തത്തിലേക്ക് തിരിച്ചു നോക്ക്. പട്ടർക്കുളം മഞ്ചേരിയിലെ സ്റ്റുഡിയോയിൽ ഇറക്കിവിട്ട ശബ്ദത്തിന്റെ ഉടമകളായ ചെറുപ്പക്കാരാ, നിങ്ങൾ എത്രയോ വെല്ലുവിളിച്ചു പോയിട്ടില്ലേ ഇവിടുത്തെ പാവപ്പെട്ട സെക്രട്ടറിമാരെ, പാവപ്പെട്ട വല്യപ്പമാരെ, കല്യാണം മുടക്കികളെ എന്ന് വിളിച്ച് ആക്ഷേപം നടത്തിയില്ലേ? പൊന്നുമോനെ, അല്ലാഹു നിനക്ക് ദുനിയാവിൽ തരുന്ന ശിക്ഷയാണത്. പള്ളിയിലേക്ക് മടങ്ങു വേഗം, നിസ്കാരത്തിലേക്ക് മടങ്ങു വേഗം. ഭീഷണി സ്വരങ്ങൾ വേറെയാണ്. നിന്റെ ആരോഗ്യവും നിന്റെ പളപളപ്പും നിന്റെ പൈസയുടെയും പവറിൽ ദുനിയാവിൽ എന്ത് വിളിക്കാം, എന്ത് വിളിച്ചു പറയാം. സോഷ്യൽ മീഡിയ നിനക്ക് ഉപയോഗപ്പെടുത്താം, എഫ് നിനക്ക് ഉപയോഗപ്പെടുത്താം. പക്ഷെ അല്ലാഹു തരുന്ന ശിക്ഷയാണതെന്ന് തിരിച്ചറിവുണ്ടായാൽ ഇരുട്ടടി സൂക്ഷിക്കണമത്രേ. ആര്? പാവപ്പെട്ട ദീനിന്റെ സേവകന്മാർ. നന്നായാൽ അതൊക്കെ തിരിച്ചു കിട്ടില്ലേ? നന്നായാൽ അല്ലാഹു നിനക്ക് സാലിഹത്തായ ഭാര്യമാരെ തരില്ലേ? ഒന്ന് നിസ്കാരം ആരംഭിക്ക്. ജനങ്ങളുടെ ഹൃദയത്തിൽ നിസ്കരിക്കാത്തവനോട് സ്നേഹമുണ്ടാവില്ല, അല്ലാഹു ഊരിക്കളയുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. അല്ലാഹ് തന്ന ശിക്ഷയാണ്, അതിലും കളിക്കുകയാണ് ആൾക്കാർ. ഒന്ന് ബോധമുണ്ടായിക്കൂടെ? ഒന്നുകൂടെ. അള്ളാന്റെ ശിക്ഷയാണ്, അത് നിന്റെ കൺമുന്നിൽ കണ്ടിട്ടും പിന്നെ അള്ളാനെ വെല്ലുവിളിക്കുകയാണോ? അള്ളാഹുവിനെ പേടിയുള്ള നാളെ ഈ കേസിൽ എന്റെ അടുത്തേക്ക് തന്നെ ഈ കുട്ടിയുടെ വാപ്പ വരുമല്ലോ എന്ന ബോധമുള്ളവർ പറയും, എന്തിനാ ഞാനൊരു മുടക്കിയാകുന്നത് എന്ന് വിചാരിച്ച് ഒന്ന് അന്വേഷിച്ചേക്കൂ എന്ന്. ആ വോയിസിൽ അങ്ങനെ തന്നെ പറയുന്നു, ഒന്ന് അന്വേഷിച്ചു നോക്കൂ എന്ന് പറയും. അങ്ങനെ അത് മുടങ്ങിപ്പോവും. എന്നിട്ട് കൊടയായി നടക്കുന്ന കുറെ വയസ്സന്മാർ അങ്ങാടിയിൽ. പൊന്നുമോനെ, എങ്ങനെയാ പിന്നെ പറയേണ്ടത്? നിനക്ക് കെട്ടിച്ചു തരാൻ പറയണോ? നിന്റെ ആളായി നിൽക്കണോ? അതിന്റെ വിൽസിന്റെ കാശ് വാങ്ങണോ? മുഅ്മിനീങ്ങൾക്ക് നിന്നോടുള്ള സ്നേഹം കൽബിനകത്ത് അല്ലാഹു എടുത്തു കളയും. അത് ശിക്ഷയാണ്. മടങ്ങേണ്ടത് പരിഹാരത്തിലേക്കാണ്. നിസ്കാരത്തിലേക്ക് തിരിച്ചു വരിക. നിസ്കാരത്തിലേക്ക് തിരിച്ചു വരെ. നിനക്ക് അല്ലാഹു ഭക്ഷണം തരും, നിനക്ക് സൗകര്യങ്ങൾ തരും. ഞാൻ വിശദീകരിക്കുന്നില്ല. രണ്ടാമത്തെ ശിക്ഷ, മൂന്നാമത്തെ ശിക്ഷ ദുനിയാവിൽ അല്ലാഹു നിസ്കരിക്കാത്തവർക്ക് കൊടുക്കുന്നത് സാലിഹീങ്ങളുടെ ഈമാന്റെ പ്രഭ അവന്റെ മുഖത്ത് നിന്ന് അല്ലാഹു വലിച്ചു കളയും. സാലിഹീങ്ങൾ ഒരു ഈമാന്റെ പ്രഭ കാണാം. മാപ്പിൾ കുട്ടിയാണെന്ന് എല്ലാവരും പറയും, പക്ഷെ ഇന്ന് പലരെ കണ്ടാലും അങ്ങനെ തോന്നൂല. അത് അല്ലാഹു തആല നിസ്കരിക്കാത്തവന്റെ മുഖത്ത് നിന്ന് വലിച്ചൂരിക്കളയുമെന്ന് അല്ലാഹു നൽകുന്ന ശിക്ഷയാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. ഒന്നാലോചിക്കുമ്പോഴൊക്കെ പണ്ടുകാലങ്ങളിൽ അമുസ്ലിങ്ങളൊക്കെ പറയുന്നു, കണ്ടാൽ മാപ്പിള കുട്ടിയല്ലേ എന്നവർക്ക് തിരിച്ചറിയുന്ന മാപ്പിളാന്ന് അവർ പറഞ്ഞിരുന്നു. ആ നൂർ സ്വാലിഹീൻ ഉണ്ടായിരുന്നു. ഇന്ന് പലരെ കണ്ടാലും തിരിച്ചറിയില്ല. അള്ളാന്റെ റസൂല് പറഞ്ഞു, ദുനിയാവിൽ വേറെയും ശിക്ഷയുണ്ട്. സാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ അവർ പെടില്ല. നിസ്കരിക്കാത്തവർ സാലിഹീങ്ങളുടെ പ്രാർത്ഥനയിൽ പെടില്ല. എല്ലാ വെള്ളിയാഴ്ചയും ദുആ ചെയ്യുന്നുണ്ടല്ലോ ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങൾക്കും വേണ്ടിയിട്ട്. അങ്ങ് ആംസ്റ്റർഡാമിലുള്ളവർക്ക്, അങ്ങ് സാൻ ഫ്രാൻസിസ്കോയിലുള്ളവർക്ക്, അങ്ങ് ജിദ്ദയിലുള്ളവർക്ക്, അങ്ങ് മസ്കറ്റിലുള്ളവർക്ക്, അങ്ങ് GCC-യിലുള്ളവർക്ക്, അങ്ങ് അറ്റ്ലാന്റിക് കടന്നങ്ങ് ചെന്നിട്ട് ഏതൊക്കെ കോണ്ടിനെന്റുകളുണ്ടോ വൻകരകളുണ്ടോ അവിടങ്ങളിലൊക്കെ ഉള്ളവർക്ക്, അല്ലാഹുവേ ഈമാൻ എന്ന അസാസിൽ സംഗമിച്ചവർക്കൊക്കെ അല്ലാഹുമ്മ ഉഫില്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാത്തവനെ ഉൾപ്പെടുത്തില്ല. പേരുകൊണ്ട് ആളായത് കൊണ്ടായില്ല. നമ്മളൊക്കെ രക്ഷപ്പെടുന്ന ചിലപ്പോൾ അങ്ങനെയായിരിക്കും. പട്ടിണി പാവങ്ങളായ ആഫ്രിക്കൻ കൺട്രികളിലെ ആളുകളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ടായിരിക്കും മലബാറിൽ വിദ്യാഭ്യാസവും സ്ഥാപനങ്ങളും മറ്റും എല്ലാം ഉണ്ട് എന്ന് പരമ്പര അടിക്കുന്ന നമ്മളൊക്കെ നിലനിൽപ്പ് ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും. اللهم اغفر للمؤمنين والمؤمنات. നല്ലവരുണ്ട്, എല്ലാവരുണ്ട്. പക്ഷെ ഞാൻ എന്നിലേക്ക് നോക്കി ചില വിലയിരുത്തലുകൾ നടത്തേണ്ട. ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവാം. ആരൊക്കെ പ്രാർത്ഥനകളാണ്? ഇസ്ലാം ബ്രോഡ് മൈൻഡിന്റെ ആളുകളാണ്. എനിക്കും എന്റെ ഭാര്യക്കും എന്റെ കുട്ടികൾക്കും മാത്രം തരണേ എന്നല്ല, വിശാലമായി എല്ലാവരോടും ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. സയ്യിദത്തുനാ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയോട് പുണ്യമൂമാൻ കടക്കാൻ പോകുമ്പോ പറഞ്ഞത്, ആയിഷ, എല്ലാ ആളുകളും
എല്ലാ ആളുകളും സമകാലികരും അല്ലാത്തവരുമായ മുഴുവൻ ആളുകളും തൃപ്തി പിടിച്ചു വാങ്ങിയതിന് ശേഷമല്ലാതെ ആയിഷാ ബീവി എനിക്ക് ഇഷ്ടമാകുന്ന പരിധിയിലെത്തിയിട്ടല്ലാതെ കോടിക്കണക്കിന് മനുഷ്യരുടെ ഹിത്തടത്തിൽ ആയിഷാ ബീവി പുണ്യവതി സ്നേഹവതി ആയിട്ടല്ലാതെ ആയിഷ കിടക്കല്ലേ എന്ന് ആയിഷാ ബീവിയോട് പുണ്യപൂമാൻ പറഞ്ഞപ്പോ ഒരു രാത്രിയിൽ അതെത്തിപ്പിടിക്കാൻ വേണ്ടി ആയിഷാ ബീവി കഷ്ടപ്പെട്ടിട്ട് ക്ഷീണം വന്നു. കട്ടിലിൽ കിടക്കുന്നുണ്ട് പ്രതീക്ഷിച്ച് നബിയെ. നബി തായ മുസല്ല വിരിച്ച് നിസ്കരിക്കുന്നുണ്ട് മണലിൽ. നിസ്കാരം കഴിഞ്ഞപ്പോ പറഞ്ഞു നബിയെ, ഇന്നലെ അങ്ങ് ചെയ്തിരുന്ന വസിയത്ത് നിറവേറ്റാൻ വേണ്ടി ത്യാഗം ചെയ്തു പറ്റില്ല. 4 കാര്യാ പറഞ്ഞത്, ഒന്നുപോലും ചെയ്യാൻ സാധിക്കുന്നില്ല നബിയെ. എങ്ങനെയാണ് കോടിക്കണക്കിന് ആളുകളുടെ സ്നേഹം എനിക്ക് കിട്ടുന്നത്? എങ്ങനെയാണ് എനിക്ക് ലഭ്യമാകുന്നത്? അതെല്ലാം നേടിയെടുത്തിട്ട് പൊരുത്തപ്പെടേച്ച് എന്റെ കൂട്ടുകാരും എന്നെ സ്നേഹിക്കുന്നവരും എന്റെ അഫയറും എന്റെ ഫാൻസുമാക്കി മാറ്റിയിട്ട് ഉറങ്ങാൻ കഴിയോ നബിയെ? അള്ളാന്റെ റസൂൽ പറഞ്ഞു ആയിഷ ഫതബസ്സമ റസൂലുള്ളാഹ്. നബി തങ്ങൾ ചിരിക്കാൻ തുടങ്ങി. ആയിഷ, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എല്ലാവരുടെയും സ്നേഹം ലഭിക്കണമെങ്കിൽ ആയിഷ കിടക്കാൻ പോകുന്ന നേരത്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഈ പ്രാർത്ഥന നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആരാ തെറ്റ് ചെയ്യാത്തതുള്ളത്? ഇനി തെറ്റ് ചെയ്യാത്ത ആളുകൾ വരില്ലല്ലോ. ഇനിയൊരു നബി ഇവിടെ കടന്നു വരില്ലല്ലോ. മഅസൂമായ നബി, അല്ലാഹുവിന്റെ ഹബീബിനോട് കൂടെ അവിടെ നബി എന്ന് പറയുന്ന അതവിടെ കോഴ്സ് ചെയ്തില്ലേ? അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും. ഇനിയുള്ള മനുഷ്യന്മാരൊക്കെ, ഇനിയുള്ള ആമീങ്ങളൊക്കെ, ഇനിയുള്ളവരൊക്കെ തെറ്റ് ചെയ്യുന്നവരല്ലോ. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാ ബീവിയോട് പറഞ്ഞു, എല്ലാവർക്കും ഇഷ്ടമാകും. അവർക്കൊക്കെ വേണ്ടി നീ പൊറുക്കലിനെ തേടിയാൽ കിടക്കുന്നതിന്റെ മുമ്പേ അവര് നിന്നെ തൃപ്തിപ്പെടും. അതുകൊണ്ട് ഈ ദുആ ചെയ്യാതെ കിടക്കരുത് ആയിഷ എന്ന് പുണ്യഭൂമാൻ മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവർ മറക്കരുത്, ലാഭാണ് ഞാൻ അവസാനിപ്പിക്കാൻ. ഇത് നിങ്ങൾ മറക്കരുത്. കിടക്കുന്ന നേരം അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ഇത് ചൊല്ലാതെ കിടക്കല്ല. മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ഒന്നിച്ച് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥനയിലും നിസ്കരിക്കാത്ത ആളുകൾ പുറത്താണ്. എങ്ങനെങ്കിലും രക്ഷപ്പെടാന്ന് വിചാരിക്കേണ്ട നിസ്കരിക്കാത്തവർ ഇതിന്റെയും വെളിയിലാണ് അല്ലാഹു കളഞ്ഞിട്ടുള്ളത്. ദുനിയാവിൽ വെച്ച് കൊടുക്കുന്ന നാലാമത്തെ ശിക്ഷ അല്ലാഹു അയാൾക്ക് കൊടുക്കുന്നത് അവന്റെ പ്രാർത്ഥനകളൊന്നും ഒന്നാൻ ആകാശത്തിന്റെ മുകളിലേക്കില്ല. നിസ്കരിക്കാത്തവന്റെ പ്രാർത്ഥനകൾ, അവന്റെ അപേക്ഷകൾ പടച്ചവന്റെ കോടതിയിൽ റിസീവ് ചെയ്യില്ല, അവിടത്തേക്ക് എത്തുകയില്ല. ഓർക്കണേ, മുട്ടിട്ടഴഞ്ഞ് ദുആ ചെയ്തിട്ട് കാര്യമില്ല. മിറാജിന്റെ രാത്രിയിൽ നിസ്കാരങ്ങളെ തൊട്ട് തൗബ ചോദിക്കാതെ, ഖളാ വീട്ടാതെ എന്റെ ഒരുപാട് പരകോടി ഉപദേശങ്ങളെ നിർദ്ദേശങ്ങളെ, അവിടുത്തെ ആശകളെ, അവിടുത്തെ മുറാദുകളെ റബ്ബിന്റെ മുമ്പിൽ തലയിട്ട് നിരക്കിയിട്ട് കാര്യമില്ല. അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ നീ നിസ്കാരം കർമ്മം വളരെ മനോഹരമായി പൂർത്തിയായവനായിരിക്കണം. ഇഖാമസ്സലാ നിസ്കാരം നിലനിർത്തുക എന്നാ പറഞ്ഞത്, നിസ്കരിക്കുക എന്നല്ല. പലപ്പോഴും ആലോചിച്ചാണ് എന്തിനാണ് ഈ ഇഖാമസ്സലാത്ത് എന്ന് പറഞ്ഞത്. ഇഖാമ എന്ന് പറഞ്ഞ നിലനിർത്താണ്. ഇന്നലെ നിസ്കരിച്ചു, ഇന്ന് മിറാജിന്റെ രാത്രിയാണ്, ഇന്ന് നിസ്കാരം ഉഷാറാണ്, നാളല്ല. അങ്ങനല്ല, ഇഖാമത്ത് വേണമെന്ന് വളരെ മനോഹരമായി നിസ്കാരത്തെ പറഞ്ഞെടുത്തൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവർ നിസ്കാരം വളരെയേറെ ശ്രദ്ധിക്കുക. അല്ലാഹു തആല ഖൈർ തരട്ടെ. ആഖിറത്തിലും മരണസമയത്തും അവിടുന്ന് ഖബറിലും ഒരുപാട് ശിക്ഷകൾ നിസ്കരിക്കാത്തവർ കൊണ്ട് ഞാൻ ദുനിയാവിലെ കാര്യം മാത്രമാണ് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ശിക്ഷകൾ ദുനിയാവിൽ വെച്ച് തന്നെ നിസ്കരിക്കാത്തവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അംർ ഇബ്നു ദീനാർ എന്നവർ തന്റെ പെങ്ങൾക്ക് രോഗമായപ്പോൾ ഉമ്മയോട് പിണങ്ങിയിട്ട് ദൂരഭാഗത്ത് താമസിച്ചിരുന്ന പെങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെ കാണാൻ വേണ്ടിയിട്ട് ഇയാദത്ത് ചെയ്യാൻ പോയി. പെങ്ങൾക്ക് അസുഖമാണെന്നറിഞ്ഞപ്പോ, പെങ്ങൾ അസുഖമായി കിടക്കാന്നറിഞ്ഞപ്പോ കാണാൻ പോയി. ആ അസുഖം കാണാൻ ചെന്ന ആ ദിവസം പെങ്ങള് രോഗം മൂർച്ഛിച്ചു മരിച്ചുപോയി. ഇനി അവളുടെ അനന്തരകർമ്മം ചെയ്യാതെ എങ്ങനെയാ വീട്ടിലേക്ക് പോകുന്നത്? അനന്തരകർമ്മങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. അവിടുന്ന് മറവ് ചെയ്ത് തിരിച്ചു വഴിമധ്യത്തിലെത്തിയപ്പോഴാണ് പടച്ച റബ്ബേ എന്റെ പേഴ്സ് കാണാതായി പോയ ഓർമ്മ വന്നത്. ആലോചിച്ച് എവിടെയാണ് എന്റെ കീസ് നഷ്ടപ്പെട്ടത്? എന്റെ കീസ് നഷ്ടപ്പെട്ട ആലോചനയിൽ അല്ലാഹ് അവരുടെ മുമ്പിലേക്ക് എത്തിച്ചത് മൂടുകല്ല് വെക്കുമ്പോ പെങ്ങളുടെ
ശരീരം താഴേക്കിറക്കിയിട്ട് മൂടുകല്ല് വെക്കുമ്പോ എന്തോ ഒന്ന് നഷ്ടപ്പെട്ടു പോയ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. എന്താണ് ആ നഷ്ടപ്പെട്ടു പോയത്? അവിടുന്ന് മനസ്സിലാക്കിയത് എന്റെ കീസായിരിക്കാൻ സാധ്യതയുണ്ട്. ആ കീസ് എടുക്കാൻ വേണ്ടിയിട്ട് തിരിച്ചു നടന്നുപോയി മസ്അല ചോദിച്ചു ഉസ്താദുമാരോട്. അവിടുന്ന് അതൊന്ന് നബിഷ് ചെയ്യാൻ, അതൊന്ന് കുടിച്ചെടുക്കാൻ, അതൊന്ന് പുറത്തെടുത്ത് നോക്ക്, അത്യാവശ്യമായ വസ്തുവല്ലേ എടുക്കാൻ വേണ്ടിയിട്ട് മസ്അല കിട്ടി. ഉസ്താദുമാരുടെ കയ്യിൽ നിന്ന് ഒരു സഹായിയെ കൂടെ കൂട്ടിയിട്ട് ആ കബറ് അങ്ങ് തുറന്ന് അവസാനം മൂടുകല്ല് പൊക്കാനായപ്പോഴോ ഫഖദ് തനഹാ, കൂടെ ഉണ്ടായിരുന്ന ആളെ അങ്ങോട്ട് തള്ളി മാറ്റി. ഞാനൊന്ന് നോക്കട്ടെ, എന്റെ പെങ്ങളുടെ ശരീരത്തെ ഒന്നുകൂടെ കാണാനുള്ള ആഗ്രഹം കൊണ്ട് ആ സഹോദരൻ, ആ കൂട്ടുകാരൻ, ആ പെങ്ങളുടെ സഹോദരൻ ഒന്ന് കൂട്ടുകാരനെ മാറ്റി നിർത്തി, സഹായിയെ മാറ്റി നിർത്തി നോക്കിയപ്പോ ഫൈദൽ ഖബറു മുസ്തഗിലുൻ നാറാ, തീ ഇങ്ങനെ ആളി മുകളിലേക്ക് അതിന്റെ ജ്വാലകൾ കയറി വരുന്നതായി വിടവിലൂടെ, എടുത്ത സ്ലാബിന്റെ മുകളിലൂടെ ഇസ്തഗലൻ നാറാ, മുകളിലേക്ക് ഇങ്ങനെ കയറി വരുന്നു തീജ്വാലകൾ. മതി 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 മതി, ഇനി മൂടിയേക്ക്, എനിക്കെന്തിനാണ് കേസ്, എനിക്കെന്തിനാണ് പേസ്, എനിക്കാവശ്യമില്ല. മൂടിയേക്ക് സഹായിയോട് ആവശ്യപ്പെട്ടു. ഓടി കിതച്ചിട്ട് വീട്ടിലേക്ക് എത്തിയിട്ട് ചോദിച്ചു, എന്തായിരുന്നു നമ്മുടെ പെങ്ങളവസ്ഥ? ചുമ്മ ചോദിച്ചു, വഖദ് ഹലകത്, അവള് മരിച്ചുപോയില്ലേ? ചെറുപ്പക്കാരനോട് ചോദിച്ചു, മോനോട്, മരിച്ചുപോയില്ലേ? ഇനി എന്താണ് അവളുടെ ജീവിത സാഹചര്യങ്ങൾ കഴിഞ്ഞുപോയത് നീ ചോദിച്ചിട്ട് അവിടുന്ന് വിശദീകരിച്ചു കൊടുത്തു. ഞാൻ കഫൻ ചെയ്തു, ദഫൻ ചെയ്ത് തിരിച്ചു പോന്നപ്പോ പേഴ്സ് നഷ്ടപ്പെട്ട് തിരിച്ചു ചെന്ന് വീണ്ടും ആ കബർ വെട്ടി തുറന്നു നോക്കിയപ്പോ അവിടത്തെ കബറിൽ നിന്ന് തീജ്വാലകൾ മുകളിലേക്ക് വരുന്നത് കണ്ടിരുന്നു. അപ്പോൾ ഉമ്മ പറഞ്ഞതാണ്, കേൾക്കണേ എന്റെ പ്രിയപ്പെട്ടവരൊക്കെ കേട്ടുപോവണേ, നിന്റെ പെങ്ങൾ നിസ്കാരത്തെ പിന്തിപ്പിക്കുന്നവരായിരുന്നു. വഖദ് തുഅഖിറു കസ്സലാത്ത്, നിസ്കാരത്തെ പിന്തിപ്പിച്ച് നിസ്കരിക്കുക സമയത്തായിരിക്കും, എന്നാലും പിന്തിപ്പിക്കുക തന്നെ. വവൈലുൽ മുസല്ലി അല്ലദീ, മുസല്ലീങ്ങൾക്ക് വൈലെന്ന നരകമുണ്ട് എന്ന് പറഞ്ഞു. ആരാ മുസല്ലീങ്ങൾ? ഫവൈലുൽ മുസല്ലീന അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, സാഹൂന്റെ ഒരു മാന വെറുതെ തഖീർ ചെയ്യ, പിന്തിപ്പിക്കുക. ശരീഅത്തിന് പോലും പരിചയമില്ലാത്ത ഒരുപാട് ജമ്മുകൾ നമ്മുടെ നാട്ടിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നു. അസറിന്റെയും മഗ്രിബിന്റെയും ഇടയിൽ ജമ്മ്. എങ്ങനെ? അവസാനത്തെ സമയത്ത് ബാങ്ക് വിളിക്കാനുള്ള അസറിന്റെ സമയം കഴിഞ്ഞ് മഗ്രിബ് വിളിക്കാനുള്ള 5 മിനിറ്റ് മുമ്പ് വുളു എടുത്തിട്ട് ഒരുമാതിരി നിസ്കാരം നിർവഹിച്ച് അതേ വുളുയിൽ മഗ്രിബ് നിസ്കരിക്കുന്നവർ, അള്ളാന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ അങ്ങനെ പിന്തിപ്പിക്കുന്നവർക്കാണ് വൈലെന്ന നരകം? അനുഭവം ഉണ്ടായില്ലേ? ഈ സഹോദരി നിസ്കാരത്തെ പിന്തിപ്പിക്കുമെന്നവളായിരുന്നു മോനെ, അതുകൊണ്ടായിരിക്കാം അവൾക്ക് അല്ലാഹു ശിക്ഷ കൊടുത്തത് എന്ന് അവിടത്തെ ഉമ്മ സാക്ഷ്യപ്പെടുത്തിയില്ലേ? അസ്സലാ മിഅ്റാജുൽ മുഅ്മിൻ, മുഅ്മിനിന്റെ മിഅ്റാജ് നിസ്കാരം അതിന് ഉപയോഗപ്പെടുത്തി, അതിനൊരു ചടുലത കാണിക്കുക, അതൊന്ന് അലേർട്ട്നെസ് കാണിക്കുക, ഒന്ന് ഉഷാറാവ്. പള്ളിയിലൊക്കെ ചെല്ലുമ്പോ പള്ളിയുടെ ഓരത്തൂടെ ഓടിപ്പോവാതെ പള്ളിയിലേക്കൊന്ന് കയറിയിട്ട് അവിടത്തെ ഇഖാമത്ത് കേൾക്കുമ്പോ, അവിടത്തെ മറ്റു കർമ്മങ്ങളെ കേൾക്കുമ്പോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയിട്ട് ആവശ്യമായതല്ലേ ആദ്യത്തിൽ പറഞ്ഞു കൊടുക്കുക. 4 വിഷയങ്ങളിലാണ്, 4 കണ്ടന്റിലാണ് അവിടുന്ന് പ്രസംഗം നടത്തിയത്. ഒന്നാമത്തെ കണ്ടന്റും 2ാമത്തെ കണ്ടന്റും 3ാമത്തതും സമയം വൈകിയത് കൊണ്ട് പറയുന്നില്ല, ഓർക്കണേ, പലയിടത്തുനിന്നും കേട്ടതായിരിക്കാം, ആലോചിക്കണം. 4ാമതായിട്ട് റസൂലുള്ള പഠിപ്പിച്ചത് വന്നാ വസല്ലാ ബില്ലൈലി വന്നാസു നിയാം, ആളുകൾ ഉറങ്ങുമ്പോ നിസ്കരിക്കണേ. നിസ്കാരം അത് മറന്നിട്ടുള്ള ഏർപ്പാടില്ല, അത് മറന്നിട്ടുള്ള ഏർപ്പാടില്ല. മദീനയിൽ ആദ്യം കണ്ടപ്പോ പറഞ്ഞതാണ്, നിങ്ങൾ നിസ്കരിക്കണം, രാത്രിയിൽ റബ്ബിലേക്ക് പറയണം, എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഡെഡിക്കേറ്റ് ചെയ്യണമെന്നാണ് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുന്നത് തന്റെ ആളുകളോട്, തന്റെ സഖാക്കളോട്. ആദ്യമായി ചെന്ന സമയത്ത് തന്നെ ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ്സലാ,
വത്തബഉ ശഹവാ ഫസൗഫ യുൽഖൗന ഗയ്യാ. മറിയം സൂറത്ത് വിശദീകരിച്ച് പറയുന്നുണ്ട്, ഈ അവസാന കാലഘട്ടമാകുമ്പോ 2021 നൂറ്റാണ്ടിലും ഇനി വരുന്ന കാലഘട്ടങ്ങളിലുമൊക്കെ ഖിയാമിന്റെ പരിസരങ്ങളിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്ന് ആധുനിക പണ്ഡിതന്മാര് പറയുന്ന ഈ കാലഘട്ടങ്ങളിൽ ജീവിക്കുമ്പോ മറിയമിലെ ഈ ആയത്ത് വളരെ പ്രസിദ്ധമാണ്. ഫഖലഫ മിൻ ബഅദിഹിം ഖൽഫുൻ അളാഉസ് സലാ. ഇനി വരാൻ പോകുന്ന ഒരു വിഭാഗമുണ്ട്, അവരെ പ്രത്യേകത അവരെ നിസ്കാരത്തെ പായാക്കുന്നവർ, നിസ്കാരത്തെ നവർമൈൻഡ് ചെയ്യുന്നവർ. മാത്രമല്ല വത്തബഉ ശഹവാത്ത്, ദുനിയാവിന്റെ ആഗ്രഹങ്ങളുമായി ഓടി നടക്കുന്നവർ. ഫസൗഫ യുൽഖൗന ഗയ്യാ, നാളെ അവർക്ക് രക്തത്തിന്റെ പുഴകളിലായിരിക്കും അവരെ വാസമുണ്ടാവുക. അതിൽ മുങ്ങിക്കളിക്കുക, അതിൽ കടന്ന് പേടിക്കുക, അതിൽ കടന്ന് നിലവിളിക്കുക, അതിൽ കടന്ന് വെള്ളം കുടിച്ച് രക്തം കുടിച്ച് താഴെ പോവുക, മുങ്ങിപ്പോവുക. ഇതാണ് നിസ്കാരങ്ങളെ പായാക്കുന്ന ഒരു സമുദായം അവസാന കാലഘട്ടത്തിൽ വരുമെന്നും അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ശിക്ഷ ഇതാണെന്ന് സൂറത്ത് മറിയമിൽ പറയുന്നുണ്ട്. നിസ്കാരത്തെ നവർമൈൻഡ് ചെയ്യരുത് ഒരിക്കലും. എവിടെയാണെങ്കിലും നിസ്കരിക്കാൻ മറന്നു പോവരുത്. അത് നമ്മുടെ പാഷനാവട്ടെ, അത് നമ്മുടെ പാഷനാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മുഅ്മിനീങ്ങളാണ്. നമ്മൾ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഏറ്റവും അറിയപ്പെട്ട ഇബാദുകളാണ്, അടുത്ത ഇബാദുകളാണ്. വലാ തഹിനൂ വലാ തഹ്സനൂ വഅൻതുമുൽ ആലൗൻ ഇൻ കുൻതും മുഅ്മിനീൻ. പേടിക്കേണ്ടതില്ല, ഈമാൻ ഉണ്ടെങ്കിൽ. നിങ്ങൾ ഈമാൻ ഖൽബിനകത്തുള്ളവരാണെങ്കിൽ എന്തിനാണ് ആളെ പേടിക്കുന്നത്? എന്തിനാ ബേജാറാവുന്നത്? എന്തിനാ ഭരണകൂടങ്ങളെ, ആയുധായികളെ, ശത്രുക്കളെ, ലാലിമീങ്ങളൊക്കെ നിങ്ങൾ പേടിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ഈമാൻ നിലനിൽക്കണോ? അമുസ്ലിമിന്റെയും മുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നിസ്കാരം നിലനിർത്തുന്നവനെ മുഅ്മിനാവാൻ സാധ്യമുള്ളൂ. നിസ്കരിക്കാത്തവർക്ക് ശത്രുക്കളെ പേടിക്കേണ്ടി വരും, നിസ്കരിക്കാത്തവർക്ക് മറ്റു വിഷയങ്ങളെ പേടിക്കേണ്ടി വരും. ശത്രുക്കളെ പരാജയപ്പെടുത്തിയത്, എല്ലാവരും ശത്രുക്കളെ പരാജയപ്പെടുത്താൻ സ്വീകരിച്ച മാർഗം നിസ്കാരമായിരുന്നു. സുജൂദിൽ കിടന്ന് റബ്ബിനോട് പറയുകയായിരുന്നു. അതിലും വലിയ ബാനറ്റുകളില്ല, അതിലും വലിയ സംവിധാനങ്ങളില്ല, അതിലും വലിയ പേടകങ്ങളില്ല, അതിലും വലിയ AK-47കളില്ല. മുഅ്മിനിന്റെ ഏറ്റവും വലിയ ആയുധം അത് നിസ്കാരമാണ്. നിസ്കാരത്തിൽ ഇഷ്ടം പോലെ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥനകൾ, നിസ്കാരങ്ങൾ പൂരകങ്ങളെ പോലെ. അതുകൊണ്ട് എല്ലാ ആളുകളും ഇന്നു മുതൽ, ഇന്നൊരു മിഅ്റാജ് അല്ലാഹു സമ്മാനമായിട്ട് മിഅ്റാജിൽ തന്ന നിസ്കാരത്തെ ഇന്നലകളിൽ നഷ്ടപ്പെട്ടു പോയത് അല്ലാഹു പുറത്തു തരട്ടെ. ഓർമ്മയുള്ള നിസ്കരിക്കണം, പുറത്തുതന്നെയൊന്നും പോവില്ല. ഖളാ ഉണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ഇക്കൊല്ലം ഞാൻ എത്ര നിസ്കരിച്ചു, ഇക്കൊല്ലം ഞാൻ എത്ര നിസ്കരിച്ചെത്ര പായാക്കി. ആ നിസ്കാരങ്ങളെ നിർബന്ധമായും വീട്ടിയേ മതിയാകൂ. അത് പുറത്തു തരുന്ന പ്രശ്നമേ ഇല്ല. അള്ളയാണ്, അള്ള പുറത്തുതരാം. പക്ഷേ ശരീഅത്ത് പറഞ്ഞ പ്രകാരം നമ്മൾക്കിപ്പോൾ അങ്ങനെ പ്രതീക്ഷിക്കാവതല്ല. ചിലപ്പോൾ അള്ള തന്നിരിക്കാം, ബിമന്നിഹി വഫദ്ലിഹി വകറമി, അത് അവന്റെ അടുത്താണ്. പക്ഷേ നമ്മൾ കിട്ടുമല്ലോ എന്ന് പൂർണ്ണമായ വിശ്വാസവും തിന്മയും ചെയ്യുന്ന ആളുകളാണ്. അൽ ഖയ്യിസ് മൻ ദാന നഫ്സുഹു ഹവാ വഅമില ലിമാ ബഅദൽ മൗത്ത്. അള്ളാഹുവിന് വേണ്ടി മാത്രം ജീവിതം സമർപ്പിച്ചവരാണ് ബുദ്ധിമാന്മാർ. എന്നാൽ ഏറ്റവും വലിയ വിഡ്ഢികൾ അള്ളാഹുവിൽ വലിയ പ്രതീക്ഷയും തിന്മയഥേഷ്ടം ചെയ്യുന്നവരുമാണെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. അള്ളാഹ്ക്ക് പുറത്തരും എന്നുള്ള വിശ്വാസം, തൊട്ടിപ്പുറത്ത് തിന്മ ചെയ്യുക, ഇത് അള്ളാഹുവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടാണ്. ഇത് നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നിസ്കാരത്തെ നിലനിർത്താൻ അതിനോടൊരു മമതയുള്ളവരായി അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. അതുപോലെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടം, സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഒരു ജനാസ വന്ന് പള്ളിയുടെ മുമ്പിൽ മിഹ്റാബിന്റെ മുമ്പിലൂടെ വെച്ചു. അങ്ങനെ ജനാസ മിഹ്റാബിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. നിസ്കാരം തുടങ്ങി. കൈകെട്ടാൻ വേണ്ടി പോവാണ്. ഇനി ആരെങ്കിലും ഉണ്ടോ ഹൗലിന്റെ അടുത്ത്? നമ്മൾ ചോദിക്കാറില്ലേ? അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് കൈകെട്ടാൻ ഒരുങ്ങുന്ന സമയത്താണ് ആ കഫൻ ഇങ്ങനെ ചലിക്കുന്നത് കണ്ടു. സഹാബിമാർ, എന്തേ സംഭവിച്ചത്? ജീവൻ വന്നോ? ജനാസ നിസ്കരിക്കാൻ വെച്ച ആള് എണീച്ചോ? യുഹീൽ മൗത, മരിച്ച ആള് ജീവൻ വെച്ചോ? അവര് ചെന്നിട്ട് അതിങ്ങനെ കഴിച്ചു നോക്കിയപ്പോ ഒരു പാമ്പ് ഫണമുടർത്തിയിട്ട് കയറി വന്നു.
ടിമ്പറെടുക്കാനോടിയവർ, കല്ലെടുക്കാനോടിയവർ, അടിക്കാൻ പ്ലാനിട്ടവർ. പാമ്പ് ചോദിച്ചു, ലിമ തഖ്തുലൂനനി, എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ഞാൻ എന്താ ഇപ്പൊ നിങ്ങളോട് ചെയ്തത്? ഞാൻ അള്ളാന്റെ സാലറിയിലാണ്, ഞാൻ അള്ളാന്റെ റാത്തീബിലാണ്, ഞാൻ അള്ളാന്റെ ഓർഡർ പ്രകാരം വന്ന ആളാണ്. ഖബറിലേക്ക് എത്തുന്നത് വരെ, മരിച്ച ഉടനെ തന്നെ അയാളെ രക്തം മുമ്പി കുടിക്കാനും അവരുടെ മാംസള പേശികളെ കടിച്ചു പറിക്കാനും ഏൽപ്പിച്ച അല്ലാഹു എന്തിനാണ് എന്നെ കൊല്ലുന്നത്? ആ സമയത്ത് പാമ്പിന്റെ ചോദ്യത്തിന് മുമ്പിൽ പകച്ച് സഹാബത്ത് ചോദിച്ചു, ഇയാൾ എന്ത് തെറ്റ് ചെയ്തു? എന്തിനാണ് ഇയാൾ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? ദുനിയാവിൽ വെച്ച് തന്നെ, ഞങ്ങളുടെ കൺവട്ടത്ത് വെച്ച് തന്നെ എന്തിനാണ് ഇങ്ങനെ ശിക്ഷിക്കുന്നതെന്ന് ചോദിച്ചപ്പോ പാമ്പ് പറഞ്ഞു, 3 കാര്യമാണ്. ഒന്ന്, നിസ്കാരം ഒഴിവാക്കിയവനായിരുന്നു അയാൾ. 2, സക്കാത്ത് ഒഴിവാക്കിയവനായിരുന്നു, കൊടുക്കാത്തവനായിരുന്നു. 4, ലാ യസ്മഉ ഖൗലൽ ഉലമാ, പണ്ഡിതന്മാർ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ കേൾക്കാത്തവരായിരുന്നു. കേൾക്കാൻ വരാൻ തന്നെ മടിയാണ്. മാവൂരിൽ വന്നവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും സ്വർഗീയ സബബുമായി അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. വരാത്ത എത്ര പേര് പുറത്തുണ്ട്? കേൾക്കുകയില്ല ഉലമാക്കന്മാർ പറയുന്നത്. പണ്ഡിതന്മാർ, അറിവുള്ളവർ, എങ്ങനായാലും നമ്മളെക്കാൾ അറിവുള്ളവർ, ചെറുതാവട്ടെ വലുതാവട്ടെ, നമ്മൾ പള്ളിയും നമ്മുടെ മദ്രസയും ഏൽപ്പിക്കപ്പെട്ട ആളുകൾ എന്തെങ്കിലും പറയുമ്പോ, മുതിർന്നവർ എന്തെങ്കിലും പറയുമ്പോ കേൾക്കാത്തവരാണ്. അങ്ങനെ ഒരു ശീലമില്ലാത്ത ആളായിരുന്നു ഈ ജനാസ. അതുകൊണ്ടാണ് അയാൾക്ക് ഇത്രയും വലിയ ശിക്ഷ ഞങ്ങളവിടെ ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പാമ്പ് സഹാബത്തിനോട് ഓർക്കുന്നത് നല്ലതാണ്. 3 പാഠങ്ങളാണ്. സക്കാത്ത് ഒഴിവാക്കല്ല, കൊടുക്കേണ്ടവർ കൊടുത്തു വിട്ട് തന്നെ വേണം. 2ാമത്തെ, നിസ്കാരം പായാക്കരുത്. 3ാമത്തത്, മുതിർന്നവർ പറഞ്ഞാൽ അത് സ്വീകരിക്കുക, നമ്മുടെ നന്മയാണ്. നമ്മളെക്കാൾ ഒരുപാട് ഓണുണ്ടവരാണ് അവര്. അങ്ങനെ ഒരു പ്രയോഗം ഉണ്ടല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളെയും ഒരുപാട് എക്സ്പീരിയൻസും ജീവിതത്തിലൂടെ കിട്ടിയവരാണ്. നമ്മൾ കുറെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചു എന്നല്ലാതെ. അതുകൊണ്ട് കാരണവന്മാർ, പള്ളിയുടെ മദ്രസയുടെ ഉത്തരവാദിത്തപ്പെട്ടവർ, മുതിർന്നവർ, അറിവുള്ളവർ എന്തെങ്കിലും പറഞ്ഞാൽ കേൾക്കുക എന്നത് ദീനിന്റെ ഭാഗമാണ് എന്നുകൂടെ മനസ്സിലാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതും കേട്ടതും അവൻ പൊരുത്തപ്പെട്ട അമലിൽ ചേർത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ ഈ ഇൽമിനെ, പറഞ്ഞതിനെയും കേട്ടതിനെയും നാഫിയാക്കി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.